ഒരു മഴ പെയ്താൽ കേരളം പ്രളയച്ചുഴിയിൽ മുങ്ങുന്നതെന്തുകൊണ്ട്? മിന്നൽ പ്രളയങ്ങൾക്ക് പിന്നിൽ മഴ മുന്നറിയിപ്പുകളിലെ അനാസ്ഥയോ അശ്രദ്ധയോ? പ്രകൃതിയെ മറക്കുന്ന മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണോ കേരളത്തിലെ പ്രളയ ദുരിതങ്ങൾ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24-ന്റെ ഈ സംവാദ വേദിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദല ജിമാർ തമ്മിൽ ബൈ SKN. ഒരു മിന്നൽ പ്രളയത്തിന്റെ ദുരിതത്തിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ സംവാദം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. 2018 ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു പ്രളയത്തിന് നമ്മൾ മലയാളികൾ സാക്ഷ്യം വഹിച്ചു. അതിൽ നമ്മൾ എന്ത് പഠിച്ചു എന്ന ചോദ്യം ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല. എന്നാൽ ഈ പ്രളയത്തിന് അടിസ്ഥാനപരമായി കുറെ കാര്യങ്ങളുണ്ട്. മാധവ് ഗാഡ്ഗിൽ നമ്മോട് പറഞ്ഞിരുന്നു, പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഇത്തിരി മാന്യമായിട്ടൊക്കെ ചൂഷണം ചെയ്തില്ല എങ്കിൽ നമ്മൾ കളി പഠിക്കുമെന്ന് മാത്രമല്ല വലിയ ദുരന്തം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു അദ്ദേഹം കടന്നുപോയി. പക്ഷെ നമ്മൾ ഓരോ പ്രളയം വരുമ്പോഴും അറിയാതെ മാധവ് ഗാഡ്ഗിലിനെ ഓർത്തു പോവുകയാണ്. ഈ പ്രളയം ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്കാണ് ഈ സംവാദം തിരിതെളിക്കുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, MG യൂണിവേഴ്സിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രൊഫസർ ആൻഡ് ഡീൻ ഡോക്ടർ ബൈജു KR, എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ജോജി AS, 2018 പ്രളയവും ഓഖി ദുരന്തവും മുൻകൂട്ടി പ്രവചിച്ച മുൻ മാസ്റ്റർ മറൈൻ ക്യാപ്റ്റൻ നോബൽ പെരേര, ഡാം തുറന്നുവിടുന്നതിനെ കുറിച്ച് പഠനവും പരീക്ഷണവും നടത്തി വിജയം കൈവരിച്ച രാജീവ് നായർ, മുൻ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, KPCC വക്താവ് രാജു P നായർ, മുൻ റാന്നി MLA രാജു എബ്രഹാം, കുസാറ്റിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ S അഭിലാഷ്, റിവർ റിസർച്ച് സെന്റർ ഡയറക്ടർ SP രവി. ശ്രീ രാജു എബ്രഹാം, താങ്കളൊരു ചോദ്യം ചോദിച്ചത് ഞാൻ TV കണ്ടിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. താങ്കളുടെ ഏറ്റവും വലിയ സംശയം മുഖ്യമന്ത്രി എവിടെയായിരുന്നു? കാര്യം ഈ ആൾക്കാർ പറയുന്നത്, അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് താങ്കളോട് ചോദിക്കാം. ഈ പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയം കളിക്കാനാണോ ഒരു നേതാവ് ശ്രമിക്കേണ്ടത് എന്ന ചോദ്യം. പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മളെല്ലാവരും. അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. വീണ്ടും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമ്പിൽ അവിടെ ഭക്ഷണം എത്തിക്കുക. റാന്നിയിൽ വലിയ ദുരിതമായി പോയി. റാന്നിയിൽ ആറന്മുളയിൽ മഹാദുരന്തമാണ് ഉണ്ടായത്, മഹാദുരന്തം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രധാനമായിട്ടും വേണ്ടത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ചുമതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ചുമതല നിർവഹിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം 3 ദിവസം ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ടെലിഫോണിൽ കൂടെ നിർദ്ദേശം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ടെലിഫോണിൽ കൂടി നിർദ്ദേശം നൽകിയത് കൊണ്ട് നമുക്ക് ഫലപ്രദമായ ഒരു ഇടപെടലുണ്ടായില്ല. ഞാൻ നിരവധി ക്യാമ്പുകളിൽ ഇപ്പോൾ ഇന്നലെ സന്ദർശനം നടത്തി, മിനിഞ്ഞാന്ന് സന്ദർശനം നടത്തി. ജില്ലയിലെ സർക്കാർ ഗവൺമെൻറ് അത് കൃത്യമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ചുമതല മന്ത്രിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. അവരെല്ലാം ഏകോപിപ്പിക്കുമ്പോൾ പ്രദേശത്തു നിന്ന് വിളി വരികയാണ്, അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം, അതിൻ്റെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, വൈദ്യുതി ഇല്ല, ടോയ്ലറ്റ് ഇല്ല. ഒരിടത്ത് 319 പേരുള്ള വല്ലന ആറന്മുള അസംബ്ലി മണ്ഡലത്തിലാണ്. അവിടെ ചെന്നപ്പോൾ 319 പേർ ക്യാമ്പ് ചെയ്യുന്നിടത്ത് 2 ടോയ്ലറ്റേ ഉള്ളൂ. എന്നുവെച്ചാൽ ഏതാണ്ട് ഒരു 155 പേർക്ക് ഒരു ടോയ്ലറ്റ്. അപ്പം പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതേസമയം മുമ്പ് ക്യാമ്പ് തുടങ്ങുന്ന ദിവസം തന്നെ അവിടെ ബയോ ടോയ്ലറ്റ് അടിയന്തരമായിട്ട് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അവർക്ക് ഒരു പാ മാത്രമാണ്, അവർക്ക് തലയണയില്ല. അപ്പം ഞാനവിടെ ഒരു സന്നദ്ധ സംഘടന വന്നപ്പോൾ അവരോട് പറഞ്ഞു, അവരൊരു 100 തലവണ വാങ്ങിച്ച് അന്നേരം തന്നെ കൊടുത്തു. ഒരു മെഴുവേലി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു സന്നദ്ധ സംഘടന. അപ്പം മുൻകൂട്ടി ഇത്തരം ക്യാമ്പുകൾ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ഏകോപനമില്ല എന്നാണ് മഴയെ തടുത്തു നിർത്താൻ അതെ, മഴയെ തടുത്തു നിർത്താൻ നമുക്ക് പറ്റൂല. അതിതീവ്ര മഴയെ തടുത്തു നിർത്താൻ കഴിയും. അത് പ്രകൃതിയാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് പ്രകൃതി ചിലപ്പോൾ വലിയ മഴ പെയ്യും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മുൻകരുതലെടുക്കണം. അപ്പോൾ അവിടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി, ഇതിനെ നിയന്ത്രിക്കേണ്ട അതോറിറ്റി. ഇപ്പോൾ 2018 എൻ്റെ നാട്ടിലാണ് ആദ്യം
മുങ്ങിപ്പോയത്. പക്ഷെ വെളുപ്പിനെ പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ ഇതിന്റെ മെസ്സേജ് അന്ന് മുഖ്യമന്ത്രി ഗവൺമെന്റ് റവന്യൂ സെക്രട്ടറിക്ക് എല്ലാം നൽകി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 7 ഹെലികോപ്റ്റർ അവിടെ എത്തി, റൂഫിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ 4-ാം ദിവസമാണ് 2 ഹെലികോപ്റ്റർ വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ റൂഫിന്റെ മുകളിലാണ് ധാരാളം ആളുകൾ. അപ്പൊ അവരെ അങ്ങനെ അപ്പൊ അത്രയും പ്രളയം തീർച്ചയായിട്ടും ഉണ്ടായില്ല. ഒറ്റ ദിവസത്തെ മഴയ്ക്കാണ് ഇപ്പം ഉണ്ടായ സംഭവം. അത് കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ പാറശാല വരെ. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ നേരത്തെ പ്ലാൻ ചെയ്യണമായിരുന്നു ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിൽ. അങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടില്ല. രാജ്ബി നായർ, ഞാൻ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഈ സംവാദം ചിത്രീകരിക്കുന്ന ഈ സമയം വരെ 21 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്ന് മാത്രമല്ല 5 പേരെ കാണാനില്ല. ആദ്യം 7 പേരായിരുന്നു, ഇപ്പൊ 5 പേരെ 2 പേരെ കിട്ടി എന്നുള്ള 2 മൃതദേഹങ്ങൾ കിട്ടി എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി AP അനിൽ കുമാർ അദ്ദേഹം പറഞ്ഞു ഏകോപനത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നന്നായിട്ട് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഏകോപനം പ്രോപ്പർ ആയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട്, പ്രത്യേകിച്ച് ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകൾ പറയുന്നുണ്ട്. രാജുബ്രാം പറഞ്ഞ പോലെ നമുക്ക് പ്രകൃതിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു വടശ്ശേരിക്കരയിൽ തന്നെ ഇവരുടെ നാട്ടിൽ പെയ്ത മഴ ഏതാണ്ട് 350 വരും മില്ലിമീറ്റർ. അപ്പോൾ ഇത്രയും വലിയ തീവ്രമായൊരു മഴയൊക്കെ പെയ്യുമ്പം എന്ത് വെച്ച് നമ്മൾ തടുക്കും എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാകുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു മുന്നൊരുക്കങ്ങൾ ഈ കാര്യത്തിൽ നമുക്കുണ്ടായില്ല എന്ന് ഇതിപ്പോൾ എത്രയോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാവും. അവർ അങ്ങനെ പരാതി പറഞ്ഞാൽ നിങ്ങൾ ഭരണകക്ഷിയുടെ ആളെന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? ഞാൻ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മളിപ്പോ ഈ പ്രളയം നടന്ന സമയത്തെല്ലാം നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ CPM മനഃപൂർവ്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരു രക്ഷകൻ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രമം അവരുടെ ഭാഗത്തുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സംശയമൊന്നും വേണ്ട. കാരണം എല്ലാവരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പഴയ മന്ത്രിമാർ ഉൾപ്പെടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പിണറായി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഞാൻ ഈ രക്ഷകൻ നായകൻ ഐഡിയോട് ഞാൻ എതിർപ്പാണ്. കാരണം ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, നമുക്കൊരു സിസ്റ്റമാണ് വർക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു കാരണം രക്ഷകൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ സിസ്റ്റം ഇല്ലെങ്കിൽ തകർന്നു പോകും. നമുക്കൊരു സിസ്റ്റമാണ് ആവശ്യം. ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം ഉൾപ്പെടെ ഈ കഴിഞ്ഞ 2 ഇതുണ്ടായി, ഒന്ന് കള്ളാടിയിലുള്ള ദുരന്തം ഉണ്ടായി, ഇപ്പൊ ഈ പ്രളയം ഉണ്ടായി. ഈ 2 സ്ഥലത്തും കാടടച്ച് വെടിവെക്കലല്ലാതെ എവിടെയെങ്കിലും ഏകോപനത്തിൽ പിഴവുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഇവർ വളരെ കൃത്യമായിട്ട് ഇവിടെ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഒരെണ്ണത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അവിടെ നിൽക്കുകയാണ്. അത് എങ്ങനെ പറയിപ്പിച്ചു എന്നാണ് അവിടെ നിൽക്കട്ടെ. ഇനി ആ ചേച്ചി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും ആ ഏരിയ കമ്മിറ്റി മെമ്പർ അവിടെ ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അത് നടത്താൻ കൂടി ബാധ്യതയുള്ള ഒരാളല്ലേ, അല്ലേ? അപ്പൊ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതും സർക്കാരിനെ പ്രതികൂട്ടിലാക്കുക എന്നുള്ളത് ഇവര് നിരന്തരമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ കള്ളാടിയിൽ ദുരന്തം നടന്നപ്പോഴും ഇവിടെ നടന്നപ്പോഴും നിങ്ങൾ പണ്ട് ഈ പ്രളയത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടിരുന്ന പിണറായി വിജയന്റെ ഇമേജ് നിങ്ങൾ പോലെ VD സതീശന്റെ ഇമേജ് നിങ്ങൾ കണ്ടില്ല, അത് കാണില്ല. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന്റെ ഏകോപനം നടത്തി എന്നുള്ളതാണ് കള്ളാടി ദുരന്തത്തിന് ശേഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മരണപ്പെട്ടവർ ഉൾപ്പെടെ അവരുടെ കുടുംബം ഉൾപ്പെടെ എത്തരത്തിലാണ് അത് കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ട് ചാർജുള്ള മന്ത്രിമാർക്ക് അതിനുള്ള പണി കൊടുത്തു. രാവിലെ 5:30 മുതൽ അദ്ദേഹം ഏകോപനത്തിലിരുന്നു, കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ചു, സജ്ജമായി, എല്ലാം ചെയ്തു. ഇന്നത്തെ നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയാണ്. ഇപ്പോൾ അലേർട്ട് എന്താ ഉണ്ടായിരുന്നത്? ഓറഞ്ച് അലേർട്ടാണ് 20 ഇതുവരെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പെയ്തത് 351 ഇതാണ്. അത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിന് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ പറയുന്ന വേറൊന്നുമല്ല, നിങ്ങൾ ഈ നായകനെ അന്വേഷിച്ച് നടക്കുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിപ്പയർനെസ്സിൽ നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയിലേ വന്നില്ല, ഇല്ലേ? നമ്മൾ പ്രളയം ഉണ്ടായി, ഞങ്ങൾ അന്ന് പറഞ്ഞു പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പറഞ്ഞു, എക്സ്പേർട്ട് കമ്മിറ്റി പറഞ്ഞു, ഡാമുകളുടെ സിങ്കർണൈസേഷനിൽ ഉണ്ടായ പരാജയം കൊണ്ടാണ് അത്രയും തീവ്രമായ രീതിയിലേക്ക് ആ പ്രളയം മാറിയെന്ന് പറഞ്ഞു. നമ്മൾ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്തില്ല. 10 വർഷം പിണറായി വിജയൻ അധികാരം ഉണ്ടായിരുന്നു. നമ്മുടെ സർവൈലൻസ് അല്ലെങ്കിൽ വാർണിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്തു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു? രാജ്ബി നായർ, ഇപ്പം 10 കൊല്ലം അധികാരത്തിലിരുന്ന കക്ഷി പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണല്ലോ ജനങ്ങൾ അടുത്ത കക്ഷി തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അവര് ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? കറക്റ്റ് ചോദ്യമാണ്. മാത്രമല്ല ഇത് നമ്മള് ഇപ്പൊ ഈ ഒരു സംഭവത്തിന്റെ അപകടം എന്താണെന്നുണ്ടോ ഞാൻ അങ്ങനെ ബോധ്യപ്പെടുത്താം. അതായത് ഏതെങ്കിലും മൊബൈൽ ഫോണിലൊക്കെ ഇത് കാണാൻ പറ്റും, TV ഓണാക്കാൻ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പോലും അവർ ഈ ബലിയാടുകൾ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവർക്ക് കൺവിൻസിങ് ആവില്ല. SKന്റെ ചോദ്യം വളരെ കറക്റ്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ മറുപടി VD സതീശനെ അവതരിപ്പിച്ച ആദ്യത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഡിസാസ്റ്റർ റിസൈലൻസ് പ്രോഗ്രാം. ശ്രീ അഭിലാഷ് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ചയാണ് ശ്രീ അഭിലാഷും
കുസാറ്റിലെ ഡയറക്ടറും ഉൾപ്പെടെ പ്രൊഫസർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുമായിരുന്നു ചർച്ച നടത്തിയത്. അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് 2 യോഗങ്ങൾ കഴിഞ്ഞു. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. ഇത്രയും നാൾ കുസാറ്റിനാണ് ഏറ്റവും നല്ലൊരു സംവിധാനം ഉള്ളത്. ശ്രീ അഭിലാഷ് കൊണ്ടിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ചോദിച്ചു നോക്കൂ, കഴിഞ്ഞ 10 വർഷം അദ്ദേഹത്തിന്റെ സേവനമോ കുസാറ്റിന്റെ സേവനമോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചു നോക്കൂ. വയനാട് ഹ്യൂം സെന്റർ ഉണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലെ ഇതിനു ശേഷം ഹ്യൂം സെന്റർ നടത്തിയിരുന്ന പ്രവചനങ്ങളാണ് സത്യമായി വന്നത് എന്ന് കണ്ടിട്ടുണ്ട്. ഹ്യൂം സെന്റർ ഏറ്റവും ഇതായിട്ട് ചെയ്യുന്നതാണ്. അവിടെ അവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനം നോക്കൂ, നമ്മളൊരു ജില്ലയുടെ മുന്നറിയിപ്പ് വെച്ചിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. വയനാട് ജില്ല റെഡ് അലേർട്ടാണ്. വയനാട് ജില്ല റെഡ് അലേർട്ട് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കുള്ള ഹോട്ട്സ്പോട്ടുകളും നമ്മൾ കുറെ കൂടി താഴത്തേക്ക് പ്രാദേശിക തലത്തിൽ പോയി പ്രവചനങ്ങൾ നടത്തേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പഞ്ചായത്തുകൾ വഴിക്ക് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത്, ഈ ബ്ലോക്ക് ഉൾപ്പെട്ടിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതാണ്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ സമയത്ത് ജല ബജറ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. അന്ന് ഈ ഓരോ പഞ്ചായത്തിലും വരുന്ന മഴയും അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും അനുസരിച്ച് ജല ബജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ 6 പഞ്ചായത്തുകളിലും മഴഭാവനി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രോജക്റ്റ് വെച്ചു. ആ പ്രോജക്റ്റ് നോവൽ പ്രോജക്റ്റായിട്ട് മാറ്റിയിട്ട് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ മുളന്തുരുത്തി ബ്ലോക്കിലെ 6 പഞ്ചായത്തുകൾ, ഓരോ പഞ്ചായത്തിനും ലഭിക്കുന്ന മഴ എത്രയാണ് അതനുസരിച്ച് ഫോർകാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നോവൽ പ്രോജക്റ്റ് വെച്ചിട്ട് അതിന് കഴിഞ്ഞ സർക്കാർ അനുമതി കൊടുത്തില്ല. ഇതാണ് നമ്മുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ 945 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും സെക്ടർ തിരിച്ച് നടത്തേണ്ട പ്രവർത്തനമാണത്. അപ്പോൾ നമുക്ക് ഈ മാച്ചോ ഇമേജിന്റെ പുറകെ പോയിക്കൊണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നഷ്ടപ്പെട്ടു. മരണത്തിന്റെ എണ്ണവും അല്ലെങ്കിൽ നഷ്ടത്തിന്റെ പെരുപ്പും കാണുമ്പോൾ ഈ ക്യാപ്റ്റന്റെയും ഇമേജിന്റെയും മൂല്യം വർദ്ധിക്കും. അത് കാണില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാത്തതാണ് ആ സിസ്റ്റം. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ മിന്നൽ പ്രളയം ബാധിക്കാത്ത ചില സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇപ്പൊ പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലേ. ഓക്കെ, ടി പി സിന്ധുമോൾ, ശരിക്കും ചില ആളുകൾ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പ്രളയം വരുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു പ്രൊഫഷണൽ സമീപനം നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ സ്റ്റേറ്റ്സ്മെൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അഭാവം വളരെ കൂടുന്നു. 5 കൊല്ലത്തേക്ക് മാത്രം വികസനത്തെ കാണുകയും അതിനപ്പുറം എന്ത് സംഭവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന പ്രൊഫഷണലുകൾ സംസ്ഥാനത്തുണ്ട്. ഇപ്പം നാളെ തന്നെ ഏഷ്യാനെറ്റ് മുൻ ചെയർമാൻ ഡോക്ടർ റെജി മേനോൻ പങ്കെടുത്ത ഒരു അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു രാജ്യങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും നമ്മളിപ്പോൾ ഈ ദുരന്ത മുഖത്ത് നമുക്കൊരിക്കലും പരസ്പരം ചെളിവാരി എറിയാൻ പറ്റില്ല, കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പോലും ഇതിനകത്തൊരു ഏകോപനത്തിന്റെ അഭാവം ആളുകളുടെ ദുരിതം കൂട്ടിയിട്ടുണ്ടോ? ഇതിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത് രാഷ്ട്രീയം നമ്മൾ സംസാരിച്ച് 10 വോട്ടിന് വേണ്ടിയിട്ട് സംസാരിച്ച് പറഞ്ഞു വിടേണ്ട ഒരു വിഷയമല്ല. അതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, അതാണ് BJPയുടെ കാഴ്ചപ്പാട്. ഇപ്പം നമ്മൾ പരമ്പരാഗതമായ ചില കാര്യങ്ങൾ തന്നെ അനുവർത്തിച്ചാണ് കേരളത്തിൽ പോകുന്നത്. ഇപ്പോൾ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ വിചാരിച്ചു ഇപ്പോൾ വരും അല്ലെങ്കിൽ നാളെ വരും. പക്ഷെ വീണ്ടും ഈ പ്രളയവും ഇതുപോലെയുള്ള ദുരന്തങ്ങളും വരുന്നതല്ലാതെ ഇവിടെ ആധുനികമായ യാതൊരു സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ IMD നൽകുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഉപഗ്രഹ ഡാറ്റ സംവിധാനത്തിലൂടെ അല്ല ഡോപ്ലർ
റഡാർ സംവിധാനത്തിലൂടെയൊക്കെ നൽകുന്ന ഡേറ്റ കൃത്യമായിട്ട് ആ ഡേറ്റകൾ എത്തുന്നുണ്ട്. പക്ഷെ അതിനെ മൈക്രോ ലെവലിൽ ഇത്തവണ കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് ഇത്തിരി ലേറ്റായി പോയി. പ്രത്യേകിച്ച് ഈ എനിക്കൊന്ന് കുറച്ച് സമയം ലേറ്റായിട്ടാണ് ഇത് കിട്ടിയത് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇല്ല, കേന്ദ്രത്തിൽ നിന്ന് അത് സർക്കാരിന്റെ പാളിച്ചയല്ല എന്ന് മന്ത്രി അനിൽകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കാലാവസ്ഥ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് രാഷ്ട്രീയത്തിൽ സംസാരിക്കരുത്. കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റാസ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഈ അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു 90% പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ഡേറ്റാ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുകൾ നൽകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും. പക്ഷെ അത് മൈക്രോ ലെവലിൽ അതാത് സംസ്ഥാനങ്ങളിൽ അത് താഴെ തട്ടിലേക്ക് എത്തിക്കാനുള്ള ഭരണ പരാജയം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയെ അവലംബിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഇപ്പോഴും വീണ്ടും ഇത് അഭിമുഖീകരിക്കുന്നത്. ഒരു 90% പ്രശ്നങ്ങളും ഇതിൽ പരിഹരിക്കപ്പെടും. നമ്മുടെ കേന്ദ്ര ജലവിഭവ വകുപ്പ് തന്നെ പുതിയ കുറേ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നതിൽ ഫ്ലഡ് പ്ലാനിങ് പ്ലാന് കൊണ്ടുവന്നു. അതിൽ 3 സെക്ടറിലായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയെ 5 വർഷം വരെ പ്രശ്നങ്ങൾ വരുന്നത്, 5 വർഷത്തിനുള്ളിൽ വരുന്നത്, 5 മുതൽ 20 വർഷത്തിൽ വരുന്നത്, 25 മുതൽ 100 വർഷത്തിലേക്ക് പ്രശ്നം വരുന്നത്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡേറ്റകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് കേന്ദ്രീകൃതമായി കൊണ്ടുവന്നുകൊണ്ട് അതാത് സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പരമ്പരാഗത രീതി വിടണം. ആദ്യമായിട്ട് നമ്മുടെ സർക്കാരുകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്പോഞ്ച് സിറ്റി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് തിരുവനന്തപുരം, നമ്മുടെ എറണാകുളം, കൊച്ചി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നഗരാസൂത്രണം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള പദ്ധതികളൊക്കെ നിരവധി പദ്ധതികളുണ്ട്. പക്ഷേ ഇതൊന്നും എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെ അത് പറയുമ്പോൾ നേരെ കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയും. അത് നുണയാണ്. അതായത് ഇവിടെ SDRFിലേക്ക് NDRFിലേക്ക് ആവശ്യത്തിലധികം ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടുണ്ട്, കൃത്യമായിട്ട് ഫണ്ടുണ്ട്. പക്ഷെ ആ ഫണ്ടുകൾ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ഇതാണ് വലിയൊരു ചോദ്യം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ ചോദ്യമാണ്. ഓക്കെ, ഞാൻ വരാം. അപ്പോൾ താങ്കൾക്ക് അറിയുന്ന പോലെ ഇപ്പം നമ്മുടെ ശരിക്കും ഇപ്പം നമ്മുടെ ഈ പ്രളയത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ആൾക്കാർ മാറിയിട്ടില്ല. ആ സമയത്ത് നമ്മൾ വളരെ ഉത്തരവാദിത്തോടെ സംപ്രേഷണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നൊരു സംവിധാനം അതെനിക്കൊന്നും ഒരു പക്ഷേ ഇനി അടുത്ത ഓഗസ്റ്റും നമ്മളെ വേട്ടയാടാൻ വരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. എന്താണ് താങ്കളുടെ ഒരു പ്രൊഫഷണൽ കാഴ്ചപ്പാടിൽ? എന്തുകൊണ്ടാണ് ഈ അടിക്കടി ഇങ്ങനെയുള്ള പ്രളയത്തിന്റെ നടുവിൽ കേരളം പെട്ടുപോകുന്നത്? SK ആദ്യം ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് 2018 നിന്ന് നമ്മൾ പാഠം പഠിച്ചിട്ടില്ലേ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് 2018 നിന്ന് നമ്മൾ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മലയാളിക്ക് ഏറ്റവും പ്രശ്നമുള്ളത് മലയാളിയുടെ മറവിയാണ്. മലയാളി 2018 ശേഷം അടുത്ത പ്രളയം വരെ മറന്നിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എത്ര മാത്രം ഈ പ്രളയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ നദികളെക്കുറിച്ച് ഇപ്പോഴും എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. നമ്മളെ നദികൾ അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രളയം ഉണ്ടായത് പാലാ പോലെയുള്ള സെമി അർബൻ ഏരിയയിലാണ്, അല്ലെങ്കിൽ ആറന്മുള പോലെയുള്ള സെമി അർബൻ ഏരിയയിലാണ്. അവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മീനച്ചിലും പമ്പയും പോലെയുള്ള നദികളാണ്. പക്ഷേ ആ നദികൾ എന്തുകൊണ്ട് ഈ മിന്നൽ പ്രളയം പോലെ ഒരു പ്രളയം വരും, മീൻസ് എന്താണ് ഒരു മേഘവിസ്ഫോടനം പോലെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്ര പ്രശ്നബാധിതമായ സ്ഥലങ്ങളാണ് ഈ നദികളൊക്കെയും നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ വളരെയധികം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം മുതൽ, അതായത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിപ്പോഴും റെസ്ക്യൂ റീഹാബിലിറ്റേഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ആ ശ്രദ്ധ മാറണം. അത് ഓഫ് കോഴ്സ് അത് വേണം. ഒരു സംഭവം, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് വേണം. പക്ഷേ പ്രിപ്പയർഡ്നെസ്സിലേക്കും മിറ്റിഗേഷനിലേക്കും നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. താങ്കളോട് ഞാൻ എല്ലാവർക്കും സംസാരിക്കാൻ സമയം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒറ്റ ചോദ്യം ചോദിച്ചാൽ, അതായത് മുൻകരുതലുകൾ ഇപ്പം നമുക്ക് ആ സമയത്ത് നമ്മൾ ഈ ആപൽഘട്ടത്തിൽ എല്ലാവരും ഒന്നുചേരും. കക്ഷി രാഷ്ട്രീയം നമ്മൾ മറക്കും, നമ്മൾ സമുദായം മറക്കും, നമ്മൾ ഈശ്വരൻ നമ്മുടെ കാവലാളല്ല, നമ്മൾ തന്നെയാണ് കാവലാൾ എന്ന് കരുതി മുന്നോട്ട് വരും. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന നല്ല കാര്യമാണ്. കാര്യം നമ്മൾ ഈ കോവിഡ് കാലത്തും ഒക്കെ ഇത് കണ്ടതാണ്. പക്ഷേ താങ്കൾ പറഞ്ഞാൽ അത് പോരല്ലോ. അപ്പോൾ എവിടെയാണ് നമ്മൾ ചൂണ്ടി പറഞ്ഞാൽ ഒരു സ്ഥലം കൂടുതൽ നമ്മൾ പരാജയപ്പെട്ടു പോയത്? അതായത് 2018 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പോലും ശക്തമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ താഴെത്തട്ടിൽ ഇവിടെ ആരോ സൂചിപ്പിച്ചു, താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആകെ ഇപ്പോൾ പഞ്ചായത്ത് ലെവലിലോ ആകെ ഉള്ളത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പർ മാത്രമാണ്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും, അതായത് ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഡിഫറൻ്റാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ ഡിഫറൻ്റ് ആണ്. അതനുസരിച്ചുള്ള പ്രിപ്പയർനെസ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് എൻ്റെ ഒരു
കാഴ്ചപ്പാട്. ഓക്കെ, താങ്കൾ ഈ നദിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, താങ്കൾ കുറച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഈ നദി, കായൽ, ഇതൊക്കെ നമ്മുടെ പ്രളയത്തിന്റെ ആധിക്യം കൂട്ടുന്നുള്ള പ്രശ്നം. ഇപ്പം ഇന്ന് മലയാള മനോരമ വളരെ ദീർഘമായിട്ടുള്ള ലേഖന പരമ്പരകൾ തന്നെ വേമ്പനാട്ട് കായലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വേമ്പനാട്ട് കായൽ ഇത്ര ചെറുതായി പോയോ എന്ന് നമ്മൾ അറിയുന്നത്. നമുക്ക് ഈ മറവി, നമുക്ക് ഇപ്പം നമ്മളിത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തിരുവോണത്തിലേക്ക് അങ്ങ് പോകും, നമ്മൾ ഇതെല്ലാം മറക്കും. പക്ഷേ അടുത്ത പ്രളയം വരുമ്പോൾ നമ്മൾ വീണ്ടും ആവേശം കൊള്ളും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രത്യേകിച്ച് സഖ്യാദ്രി എന്നൊക്കെ ജനിക്കുന്ന പിറവി കൊള്ളുന്ന പല നദികളും പെട്ടെന്ന് ഒഴുകി വരുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് അപകടം ഉണ്ടാവും. അപ്പോൾ താങ്കൾ ഇത് പഠിച്ചു നിന്ന് നമ്മളിപ്പോൾ ഒരുപക്ഷെ ഒരു പോസ്റ്റ്മോർട്ടം അല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. കാര്യം 21 പേര് മരിച്ച് മുന്നിൽ നിൽക്കുക, ഇനി 5 പേരെ കണ്ടില്ല. അപ്പോൾ താങ്കൾ എന്താ പറയുക? നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ മഴ വല്ലാതെ മാറിക്കഴിഞ്ഞു. ഇനിയുള്ള കാലത്ത് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ 24 മണിക്കൂറിൽ 25 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, അതിനപ്പുറമുള്ള മഴ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ അത്തരം മഴയെ താങ്ങാനുള്ള ഒരു സംവിധാനം നമ്മുടെ സാധാരണ ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ചോദിക്കുകയാണ്, നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റത്തിൽ മഴ എങ്ങനെ മാറി എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയ്യുന്ന മഴയുടെ തീവ്രത വല്ലാതെ കൂടുകയാണ്. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പെയ്യേണ്ടത് 1-2 ദിവസം കൊണ്ട് പെയ്യണു, ഒരു ദിവസം കൊണ്ട് പെയ്യേണ്ടത് 1-2 മണിക്കൂർ കൊണ്ട് പെയ്യുന്നു. ആ രീതിയിലേക്ക് മാറുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ നേരം കൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ വടശ്ശേരിക്കരയിൽ 340 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ, ആ 340 മില്ലിമീറ്റർ 24 മണിക്കൂർ കൊണ്ടല്ല പെയ്തത്. അതിന്റെ ബഹുഭൂരിപക്ഷവും 5-6 മണിക്കൂർ കൊണ്ടാണ് പെയ്തത്. അപ്പൊ അത് കുറെ കൂടെ തീവ്രത കൂടുകയാണ്. അങ്ങനെയുള്ള മഴ പെയ്യുമ്പോൾ അതിനെ താങ്ങാനുള്ള ഒരു സംവിധാനം ഇന്ന് നമ്മുടെ ഒരു പുഴയ്ക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് പല ഘടകങ്ങളുണ്ട്. നേരത്തെ മഴ പെയ്തു കഴിഞ്ഞാലും, ഇപ്പോൾ കാട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാലും നല്ലൊരു ശതമാനം അവിടെ തന്നെ മണ്ണിൽ ഇറങ്ങാനുള്ള സംവിധാനം പണ്ടുണ്ടായിരുന്നു. കാടുണ്ടായിരുന്നപ്പോൾ, മലയിൽ കാടുണ്ടായിരുന്ന കാലത്ത്. ഇന്ന് നമുക്കതില്ല. ഇടനാട്ടിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ധാരാളം നെൽവയലുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അത്തരം സ്പേസ് എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി. ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്, പ്രളയത്തടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ മിക്കവാറും ഇല്ല, ഒരു പുഴയിലും ഇല്ല. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം കുറച്ച് സമയത്തേക്കെങ്കിലും കയറി കിടക്കേണ്ട സംവിധാനങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നമുക്ക് വെള്ളപ്പൊക്കം ഒഴിവാക്കുക എന്നുള്ളത് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് സാധ്യമാവില്ല. ഒന്ന്, അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കണം. 2, അത്തരം സംവിധാനങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുൻകൂട്ടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അത് ഈ മഴയെ സംബന്ധിച്ചായാലും പുഴയുടെ വാട്ടർ ലെവലിനെ സംബന്ധിച്ചായാലും ഒരു തത്സമയ നിരീക്ഷണം, അത് സംവിധാനങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി, പഞ്ചായത്തുകൾ എല്ലാവരും ചേർന്ന് കുറേ സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ജനകീയമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മോണിറ്ററിങ് ഞങ്ങളുടെ പ്രദേശത്തുൾപ്പെടെ നടക്കുന്നുണ്ട്. അത് ഇഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഈ ബൈജു സാറ് പറഞ്ഞു. നമുക്ക് ഒന്ന്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ പഞ്ചായത്തുകൾ ആരോ ഉണ്ടാക്കി കൊടുത്തു, അവരാരും അതിനെ ഗൗരവത്തിലെടുത്തിട്ടില്ല. ഫ്ലഡാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്നുള്ളത് കൊണ്ട് ഫ്ലഡ് മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ, അത് ഓരോ പുഴത്തടത്തിൻ്റെ തലത്തിലും ഫ്ലഡ് മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വേണം. അത് ചെയ്യാൻ കഴിയും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾക്കുമുള്ള പ്രോട്ടോക്കോളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ മനുഷ്യരെ മാറ്റൽ മാത്രമല്ല, അവരുടെ മെറ്റീരിയൽ, അതുപോലെ തന്നെ നാൽക്കാലികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് പരിസ്ഥിതിക്ക് വിനാശം ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ നമ്മളിത് പറയുമ്പോഴും ആറന്മുളയിലും റാന്നിയിലും വടശ്ശേരിക്കരയിലും ഒക്കെ തന്നെ വെള്ളം കിടക്കുക. പ്രത്യേകിച്ച് കുട്ടനാടിനി കൂടുതൽ വെള്ളം ഉയർന്നു തുടങ്ങും. കാര്യം ആ മനുഷ്യരുടെ കാര്യം ഓർത്താൽ വലിയ കഷ്ടമാണ്. ആജീവനാന്തം വെള്ളത്തിൻ്റെ വിനാശം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹമാണ് അവർ. അപ്പോൾ ഇത് ഈ ശരിക്കും നമ്മൾ ഇപ്പോൾ കുറേ താമസിച്ചു പോയി, അത് വാസ്തവമാണ്. പക്ഷെ നമുക്ക് ഇനി അടിക്കടി പ്രളയം ഉണ്ടാക്കുമ്പോൾ നമുക്ക് താമസിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പുതിയ ജനറേഷൻ നമ്മളെ കുറ്റപ്പെടുത്തും. എന്താണ്? അല്ല, തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹമുള്ളത് നമ്മുടെ ജന്തർ മന്തർ മോഡലിൽ ജൻസി കേരളത്തിൽ പുറത്തിറങ്ങണം എന്നാണ്. അവരിറങ്ങിയാൽ മാത്രമേ ഇനി എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്കിത് പറയാനല്ലേ പറ്റൂ. ചെയ്യേണ്ട ആളുകൾ ചെയ്യുന്നില്ലല്ലോ. ഒറ്റ ഉദാഹരണം പറയാം. മഴ മുന്നറിയിപ്പ് 6 മണിക്കൂർ മുമ്പ് മഴ മുന്നറിയിപ്പ് കിട്ടിയെന്ന് നോക്കിയാ, റാന്നിയില് രാജു എബ്രഹാമിന് എന്താ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ അവിടുത്തെ MLAക്കോ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ വെള്ളം വന്നാൽ എങ്ങോട്ട് പോകുന്നുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യം വേണ്ടത് എന്താ? നിങ്ങളുടെ അവിടെ അതിതീവ്ര മഴ പെയ്താൽ ആ വെള്ളം എങ്ങോട്ട് പോകും എന്ന ഒരു ഐഡിയ ഒരു മനുഷ്യജീവിക്ക് അവിടെ ഇല്ല. അത് രാജു എബ്രഹാം എന്റെ സുഹൃത്തായതുകൊണ്ട് പറയണതാ. അദ്ദേഹം ഏറ്റവും അറിവുള്ള ആൾ. ഇപ്പൊ നമ്മുടെ പ്രളയം ഉണ്ടായത് അദ്ദേഹത്തിന്റെ നാട്ടിലായതുകൊണ്ടും കൂടി പറഞ്ഞു. പ്രശ്നം എന്താ വെച്ചാൽ, ഒരു അതിതീവ്ര മഴ പെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല.
കാലാവസ്ഥ മാറ്റം ഇപ്പോൾ അഭിലാഷ് സാറ് പഠിക്കുന്നുണ്ട്, കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഇനി എന്ത് കരഞ്ഞിട്ടും കാര്യമില്ല, ഇറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറഞ്ഞത് മിറ്റിഗേഷനാണ്. അതിൻ്റെ ഇഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഒരു ദിവസം മുമ്പ് അറിവ് കിട്ടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാണ്? വെള്ളം വരും, വെള്ളം പൊങ്ങും, ആകെ വേണമെങ്കിൽ ആളുകളെ മാറ്റാം. പക്ഷേ സാധനങ്ങൾ ഇപ്പോൾ അവിടെ റാന്നിയിലോ അല്ലെങ്കിൽ ആറന്മുളയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഒരു തെരുവ് മുങ്ങിയാൽ കോടിക്കണക്കിന് രൂപ പോയി. കാരണം പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ ആളുകൾ സാമാനം വാങ്ങി വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രശ്നം എന്താ? ഒറ്റ ചോദ്യം. ഇപ്പോൾ 2018 പ്രളയം, അന്ന് മുതലാണ് നമ്മൾ പഠിക്കുന്നത്. ഗവൺമെൻറ് അവിടെ പിണറായി വിജയനോ സതീശനോ ഇനി വേറെ ആരെങ്കിലും ഇരിക്കട്ടെ, അതെൻ്റെ വിഷയമൊന്നുമല്ല. എൻ്റെ വിഷയം എന്താ? 2018 ശേഷം PDNA എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്തിറക്കി കേരളത്തിൻ്റെ സർക്കാർ. കാരണം UN, ADB, വേൾഡ് ബാങ്ക് ഇപ്പോഴും അത് ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒന്ന് കയ്യിൽ വെച്ച് വായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഏത് ഗവൺമെൻറ് ആവട്ടെ നമുക്ക് വരില്ല. അന്ന് തന്നെ വളരെ ക്ലിയർ ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് എ ഡിസാസ്റ്റർ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അതിനൊരു സംവിധാനവും ഇല്ല. നമുക്ക് ആകെ ഉള്ളത് കുറെ വെള്ളം കൊണ്ടുപോവുക, ആളുകളെ ഒഴിപ്പിക്കുക, കുറെ വെള്ളം കൊടുക്കുക, റിലീഫ് ക്യാമ്പ് നടത്തുക. ഇതൊന്നുമല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ ആണ്. പ്രീ ഡിസാസ്റ്റർ എന്ത്? ഇപ്പൊ പ്രിപ്പയർനെസ് നമ്മൾ പറഞ്ഞു. ഒരു സ്ഥലത്ത് ഇപ്പൊ കൊച്ചി, മറ്റേതൊക്കെ പിന്നെ പുഴയുടെ പ്രശ്നം നിൽക്കുക. ഇത് പുഴയൊന്നുമില്ലല്ലോ. കൊച്ചിയുടെ അടുത്തൊരു ഒക്കെ പെരിയാർ കുറെ ദൂരിയ. കൊച്ചിയിൽ പെയ്യുന്ന വെള്ളം ഇപ്പൊ ഇന്നലെ വടശ്ശേരിക്കര പെയ്ത മഴ കൊച്ചിയിലാണ് പെയ്തെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കൊച്ചിയുടെ ഒരു ഭാഗം ഉണ്ടാവില്ലേ ബാക്കി, ഒരു കട ഉണ്ടാവില്ലേ ബാക്കി. കാരണം എന്താ? കൊച്ചിയിൽ പെയ്യുന്ന വെള്ളം എങ്ങോട്ട് പോകണം? കൊച്ചിയിൽ നിന്ന് വെള്ളം പോകണ്ട വെമ്പനാട്ട് കായൽ 1/3 പോയി, അതിൻ്റെ വിസ്തീർണം പോയി, അതിൻ്റെ ആഴവും പോയി. രണ്ടാമത് പോകേണ്ടത് ചതുപ്പ്. കൊച്ചിയിലെ ചതുപ്പ് അങ്ങേക്കറിയാലോ, കൊച്ചിയിലെ ചതുപ്പിൻ്റെ സ്ഥിതി എന്താന്ന് എല്ലാം നികത്തി. വെള്ളം എങ്ങോട്ട് ഒഴുകി പോകണമെന്നത് നേരത്തെ രവി പറഞ്ഞൊരു കാര്യമുണ്ട്. മലയിൽ ആണ് മഴ പെയ്തെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ മഴ പെയ്തത് ഡാമിന് മുകളിലാണെങ്കിൽ നമ്മൾ അറിയ പോലുമില്ല. അത് താഴെ പെയ്തോണ്ടാ. ഡാമിന് മുകളിൽ ഇപ്പോൾ ഡാമിൽ വെള്ളമില്ല, അതുകൊണ്ട് ഡാം നിറഞ്ഞെടുക്കണമെങ്കിൽ അറിയും. ഡാം നിറഞ്ഞിട്ടില്ല. ഡാമൊക്കെ ഇപ്പോൾ 40% ഡാമിന് മുകളിലാണ് ഈ മഴ പെയ്തെങ്കിൽ നമ്മൾ ഈ വിവരം അറിയില്ല. അപ്പൊ നമ്മൾ സണ്ണി ജോസഫ് പറയും നമ്മുടെ കറണ്ടിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കും. ഇത് ഡാമിന് താഴെ പെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് എപ്പോഴും പെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കൊച്ചിയിൽ പെയ്തിട്ടുണ്ടെങ്കിൽ, വടശ്ശേരിക്കര പെയ്തിട്ടുണ്ടെങ്കിൽ, വാഗമണി പെയ്തിട്ടുണ്ടെങ്കിൽ, ആറന്മുള പെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എവിടെ വേണി പെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ മുമ്പിലുള്ള ഒരു മാർഗം? ഇങ്ങനെ ഒരു മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ മുഖ്യമന്ത്രി പോയോ മറ്റോ പോയോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. ആ വെള്ളം എവിടേക്ക് പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് ഒരു പ്രിപ്പയർനെസ് നമുക്കില്ല. വെള്ളം വീണാൽ ഒഴുകിപ്പോണം. വെള്ളത്തിന്റെ സ്വഭാവം ഒഴുകുക എന്നുള്ളതാണ്. ഹൈഡ്രോളജിക്കലായ ഒരു സ്റ്റഡി കേരളത്തിലെ ഒരു സ്ഥലത്തും നടന്നിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പൊ രവിയൊക്കെ കുറെ നദി ഞാൻ അഭിലാഷ് ഞാൻ വരുന്നു. സിയാർ, ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സംവാദം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം 2018 ഞാൻ കുറച്ച് ചർച്ച ചെയ്തതാണ്. സിയാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രളയം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, SKN പറഞ്ഞതുപോലെ കാലാവസ്ഥാപരമായിട്ട് രവി സാറും പറഞ്ഞു, നമ്മുടെ പഴയ കാലത്തെ മഴയുടെ പാറ്റേൺ മാറി. അതായത് 24 മണിക്കൂർ കൊണ്ട് 200 മില്ലിമീറ്റർ മഴ കിട്ടുന്നതും 6 മണിക്കൂർ കൊണ്ട് 300 മില്ലിമീറ്റർ മഴ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ക്യാച്ച്മെന്റ് ഏരിയയിൽ ഉള്ള മഴയുടെ പാറ്റേൺ കാലാവസ്ഥാ വ്യതിയാനം കാരണം മാറിയിട്ടുണ്ട്. അതൊന്ന്. 2, ഈ മഴ എത്തുന്ന സ്ഥലങ്ങളും മാറി. നമ്മുടെ പശ്ചിമഘട്ടം ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലഡ് പ്ലെയിൻസ് മൊത്തവും റീക്ലെയിം ചെയ്തിട്ടുണ്ട്. വെറ്റ്ലാൻഡ്സ് മുഴുവൻ കുറഞ്ഞിട്ടുണ്ട്. 8 ലക്ഷം ഹെക്ടർ പാടി ലാൻഡ് 2 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ മനുഷ്യനായിട്ടുണ്ടാക്കുന്ന കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൂന്നാമത്, ഈ മാറ്റങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് സാറുകൾ സൂചിപ്പിച്ചത്, ഈ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അതായത് ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം വെള്ളം കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇതിനെ മുൻകൂട്ടി കാണാൻ ഈ 2 മാറ്റങ്ങളെ, അതായത് കാലാവസ്ഥാപരമായിട്ട് മഴയിൽ ഉണ്ടാകുന്ന മാറ്റവും മാനുഷ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന മാറ്റവും കണ്ടറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രിപ്പയർനെസ്, അല്ലെങ്കിൽ അതിനെ അപ്പം മഴയെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ആ മഴയെ മുൻകൂട്ടി കണ്ടത് മാത്രം പോരാ. കാരണം റെഡ് അലേർട്ട് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? 2018 5-6 ദിവസം ഒന്നിച്ച് റെഡ് അലേർട്ട് എന്നിട്ട് നമ്മൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി. അപ്പം ഇതിപ്പം അലേർട്ടിൻ്റെ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അലേർട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല. നമുക്ക് ഇപ്പം 2024 മുണ്ടകൈ ദുരന്തമായപ്പോഴും ഓറഞ്ച് അലേർട്ടായിരുന്നു.
2020 പെട്ടിമുടി ദുരന്തത്തിലും ഓറഞ്ച് അലർട്ടായിരുന്നു. 2021 കുട്ടിക്കൽ കൊക്കയാറ് സെബാസ്റ്റ്യൻ സാർ ഇരിപ്പുണ്ട്, അവിടെയും അന്ന് ദുരന്തം നടന്ന ദിവസം ഓറഞ്ച് അലർട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ പാഠം പഠിക്കേണ്ടത്? ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിലും, ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് എന്താ, 200 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ്. അതിന്റെ തൊട്ടടുത്താണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. അപ്പൊ 200 മില്ലിമീറ്റർ മഴ ലഭിച്ചാൽ പോലും നമുക്ക് ഈ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓറഞ്ച് അലർട്ടിന് സാധാരണ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇവാക്വേഷൻ പ്ലാൻ റെഡിയാക്കുക. അതിനുശേഷം വരാൻ പോകുന്നത് റെഡ് അലർട്ടാണ്. അപ്പൊ റെഡ് അലർട്ട് വരുമ്പോൾ ആക്ഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അതാണ് സാർ ചോദിച്ചത്. റെഡ് അലർട്ട് ഉണ്ടാകുമ്പം ഓറഞ്ച് അലർട്ട് തന്നെ ആ പ്രിപ്പയർനെസ്സും ഇവാക്വേഷൻ പ്ലാനും റെഡി ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ മുൻകൂട്ടി കാണാൻ ഇപ്പം കാലാവസ്ഥാ പ്രവചനങ്ങൾ വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഇടുക്കി ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട്, പക്ഷേ മൂന്നാറിൽ ഒട്ടും മഴ കാണത്തില്ല. ഉടുമ്പൻചോലയിലും പെരുമേടും അതിതീവ്രമായിട്ടുള്ള മഴയായിരിക്കും. അതാണ് ഈ സംഭവിച്ചത്. ഈ മഴ മൊത്തം ഈ തെക്കൻ സൈഡിലാണ് കേന്ദ്രീകരിച്ചത്. അപ്പം അതിനെ എങ്ങനെ നമ്മൾ ഇപ്പം മാഡം സൂചിപ്പിച്ച പോലെ ലോക്കലായിട്ട് അവൈലബിൾ സാറ്റലൈറ്റ് ഡേറ്റ, റഡാർ ഡേറ്റയൊക്കെ വെച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോക്കലി ഇതിനെ എങ്ങനെ ഡൗൺ സ്കെയിൽ ചെയ്ത് ഉപയോഗിക്കാം പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസും ഒക്കെ വളരെയധികം പ്രാധാന്യപ്പെട്ടത്. നമ്മൾ ടെക്നോളജി മാത്രം കൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഡിസാസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരാം. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും ഈ ഒരു പ്രളയം ഒരു ഓർക്കാപ്പുറത്ത് വന്നാണ് തോന്നുന്നെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ നാട്ടിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പരിധിവരെ കാലാവസ്ഥാ മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലെ ഈ പാടശേഖരമൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ കുറഞ്ഞു പോയി. ഇപ്പം ഹൈവേ നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും ഒന്നും ഓടകൾ ഉണ്ടാക്കുന്നില്ല. ഓടകൾ വേണ്ടെന്നാണ് പുതിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ രീതി എന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളം ഒഴുകാനുള്ള സ്ഥലമില്ല. അപ്പോൾ കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊട്ടി പലയിടങ്ങളിലും നമ്മൾ ഇനിയും കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് പരിസ്ഥിതി നിയമങ്ങളൊക്കെ കടന്നു പോകാം എന്ന് പറയുന്നൊരു സംസ്ഥാനമാണല്ലോ കേരളം. പിന്നെ നമുക്ക് ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ, അത് നമ്മൾ എക്കാലത്തും നമ്മൾ ഓർമ്മിക്കണം. നമുക്ക് നല്ല മറവിയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തം ഒരു സ്വാഭാവിക പ്രളയ ദുരന്തം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു മുന്നൊരുക്കത്തിൻ്റെയും മുൻകരുതലിൻ്റെയും അഭാവം കൊണ്ടുകൂടി തീവ്രമായ ഒരു ദുരന്തമെന്ന് വളരെ നിഷ്പക്ഷമായി വിലയിരുത്താനായിട്ട് കഴിയും. മറ്റതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 2018 മുതൽ സംഭവിച്ച എല്ലാ ദുരന്തങ്ങളിലും അതിൻ്റെ അതിജീവനത്തിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മോശം നിലയിലാണ് അതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ കൂട്ടിക്കൽ, ഞാൻ MLA ആയിരുന്ന ഘട്ടത്തിലാണ് കൂട്ടിക്കലെ വലിയ ദുരന്തം ഉണ്ടായത്. അന്ന് ഏതാണ്ട് 11 മണിയോടുകൂടി അവിടെ തീവ്രമായ മഴയും ഉരുൾപൊട്ടലും സംഭവിക്കുന്നു. ഏതാണ്ട് അന്ന് വൈകുന്നേരത്തിനകം തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ ഏതാണ്ട് 9 മന്ത്രിമാരവിടെ വന്നു. കേന്ദ്ര സേനകളടക്കം സർവ്വ സംവിധാനവും ആ ഒറ്റ പകൽ വെളിച്ചത്തിൽ തന്നെ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തി. അപ്പം ഞാൻ അതുമായിട്ട് താരതമ്യം ചെയ്ത് ആണ് ഈ തൊട്ടു മുമ്പത്തെ പരാമർശം നടത്തിയത്. ഏറ്റവും മോശമായ നിലയിലാണ് അത് കൈകാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ ഒരു പരിഹാര കാര്യങ്ങളിലേക്ക് വന്നാൽ 2 കാര്യങ്ങളാണ് ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് ഈ വെള്ളം ഒഴുകാൻ ഇവിടെ പലരും പരാമർശിച്ചു, CR അടക്കം പലരും പരാമർശിച്ചു. വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സാഹചര്യം മുമ്പത്തേതിനേക്കാൾ വളരെയേറെ തുലോം പരിമിതമായിരിക്കുന്നു. അത് ഈ സ്ഥിതി കൂടുതൽ വലിയ ആശങ്കാജനകമാക്കുക. പ്രത്യേകിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, SK സൂചിപ്പിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ട് മുറിച്ച് വയ്ക്കുമ്പോൾ അതുവഴിയുള്ള, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടി വെച്ചുകൊണ്ടാണ് പറയുന്നത്, അതുവഴിയുള്ള നീരൊഴുക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവയൊക്കെ കൂടെ മണ്ണിട്ട് നികത്തി അതെല്ലാം കൂടെ തുണ്ട് ഭൂമികളാക്കി മുറിച്ചു വിറ്റ് നീരൊഴുക്കാകെ കളയുകയാണ്. അതുപോലെ തന്നെ ഈ റോഡുകളുമായി ബന്ധപ്പെട്ട് കൾവാർട്ടുകളൊക്കെ ആളുകൾ അടച്ചു വയ്ക്കുന്നൊരു സ്ഥിതിയുണ്ട്. ഞാൻ ഈ അടുത്ത MLA ആയിരുന്ന ഘട്ടത്തിലെ വാഗമൺ റോഡ് ഒന്ന് പുനരുദ്ധരിച്ചു. ആ പുനരുദ്ധരിച്ച അവസരത്തിൽ ആ കൾവാർട്ടുകളൊക്കെ റിനോവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പലതും എല്ലാം അടച്ചു വെച്ചിരിക്കുക. ഒരിടത്തൊരു വീട് പണിത് അതിൻ്റെ മതില് ഇതിൻ്റെ വെൽമൗത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ആ നിലയിൽ മനുഷ്യൻ്റെ തെറ്റായ പൗരബോധമില്ലാത്ത ഇടപെടലിൻ്റെ ഭാഗമായി വളരെയേറെ മോശം സ്ഥിതി നമുക്കുണ്ടാവുന്നുണ്ട്. വെള്ളം കെട്ടിക്കിടക്കാനും കെട്ടി നിൽക്കാനും ഉരുൾപൊട്ടലിന് കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ നദികളിലെയും നീരുറവുകളിലെയും എല്ലാം ജലവാഹക ശേഷി ഇല്ലെന്നായി. മണ്ണും മണലും എക്കലും ചെളിയുമെല്ലാം വന്നടിഞ്ഞിട്ട് ഈ ഒഴുകി വരുന്ന വെള്ളം നദിയിൽ നിന്നും പുറത്തേക്ക് കരയിലേക്ക്
കടന്നു കയറുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ MLA ആയിരുന്നപ്പോൾ നിയമസഭയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു. ആ കോളിംഗ് അറ്റൻഷൻ കൂട്ടിക്കൽ പ്രളയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒഴുകി വന്ന മീനച്ചിലാറിലും മണിമലയാറിലും പമ്പയാറിലും, ആ 3 നദികളും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒഴുകി വന്ന ഈ ധാതുവസ്തുക്കളെല്ലാം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു ആ കോളിംഗ് അറ്റൻഷൻ്റെ ആവശ്യം. അപ്പോൾ അതിന് പ്രധാനമായുള്ള തടസ്സം അതും എനിക്കറിയായിരുന്നു. മണൽവാരൽ നിരോധന നിയമം 2001 അവതരിപ്പിച്ച് പാസ്സാക്കിയത് 2013 കൂടുതൽ കർക്കശമാക്കിയൊരു നിയമം. ആ നിയമമാണ് ഇതിൻ്റെ തടസ്സം. പക്ഷേ ആ നിയമത്തെ മറികടക്കാൻ ഒരു മാർഗമുണ്ട്. ദുരന്ത നിവാരണ നിയമമുണ്ട്, സെൻട്രൽ ആക്റ്റാണ്. ആ സെൻട്രൽ ആക്റ്റിൽ ഒരു ദുരന്തത്തെ അതിജീവിക്കാനും ദുരന്തം പ്രതിരോധിക്കാനും നിലവിലുള്ള ഏത് നിയമത്തെയും നമുക്ക് ഒഴിവാക്കാം. ആ ഒരു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവരികയും ഗവൺമെൻറ് അത് സർവാത്മന സ്വാഗതം ചെയ്ത് ഏറ്റെടുക്കുകയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മണ്ണും മണലും ചെളിയുമെല്ലാം ലേലം ചെയ്ത് നീക്കം ചെയ്യാൻ ഗവൺമെൻറ് തന്നെ തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ റവന്യൂ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷെ പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിൽ പല തടസ്സങ്ങൾ അത് വന്നു. ഇപ്പം പോലും അന്ന് ഏതാണ്ട് 3 വർഷം ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇനി മാറ്റേണ്ടിയിരിക്കുന്നു. ദുരന്ത മേഖലകളായി ഐഡന്റിഫൈ ചെയ്ത മേഖലകളുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പോൾ കൂട്ടിക്ക പഞ്ചായത്തിലെ ഞർക്കാട്, മൂപ്പമ്മല, മ്ലാക്കര, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ചോലത്തടത്തിൻ്റെ ചില ഭാഗങ്ങൾ, കുന്നോന്നിയുടെ ചില ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 2 ആളുകൾ മരിച്ച പയ്യാനിത്തോട്ടത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഒരു അമ്മയും മരിച്ച. അപ്പോൾ അങ്ങനെ ഐഡന്റിഫൈഡ് ആയിട്ട് ഈ ദുരന്ത മേഖലയായി, പ്രത്യേകിച്ച് ഉരുൾപൊട്ടലിൻ്റെ, ഞങ്ങളുടെ മേഖല പ്രധാനമായി ഉരുൾപൊട്ടലാണ്. ആ പ്രദേശത്തിന് ജനജീവിതം അവിടുന്ന് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഇറങ്ങിപ്പോയി. എന്തായാലും മാർഗ്ഗമുള്ളവരൊക്കെ വേറെ സ്ഥലം വാങ്ങിച്ചൊക്കെ പോയി. ഒരു മാർഗ്ഗമില്ലാത്ത ആളുകൾ ഇപ്പോഴും അവിടെ കിടക്കുക. അപ്പോൾ അവരെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇപ്പോൾ നമ്മുടെ ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷത്തിന് ഇപ്പോൾ ഗവൺമെൻറ് 12 ആക്കിയിരിക്കുന്നു. ആ സ്കീമൊക്കെ ഉൾപ്പെടുത്തി ജനവാസ മേഖലകളിലേക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന നിലയിൽ കേരളത്തിൽ പ്രായോഗികമാണോ താങ്കൾ പറയുന്നത്? ജീവൻ വെച്ചല്ലേ നമ്മൾ പന്താടുന്നത്. ഓക്കെ, ഞാൻ വരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ താങ്കൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ഡാമിലൊക്കെ മണൽ നിറഞ്ഞു കിടക്കുകയാണ്, അത് വാരണം എന്നൊക്കെ പറയുന്നൊരു വാദഗതി വീണ്ടും ശക്തമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപക്ഷെ ഇനി അടുത്ത പ്രളയം വരെ കാത്ത് നമ്മൾ ആശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിനേക്കാളും ഇതിനകത്ത് മുന്നൊരുക്കങ്ങൾ വേണം. പ്രൊഫഷണൽ വേയിൽ ആ പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചും താങ്കൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ താങ്കൾക്ക് എന്താ തോന്നുന്നത്? 1996 ഞങ്ങളുടെ മലങ്കര ഡാം കമ്മീഷൻ ചെയ്തു. മലങ്കര ഡാം താങ്കൾ പരീക്ഷ ചെയ്തത്? മലങ്കര ഡാം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞ് 4ഓളം, ടു ബി സ്പെസിഫിക് 5 2001 13 2018, 19 ഈ 4 കൊല്ലം പ്രളയം ഞങ്ങളെ ബാധിച്ചു. ഈ 4 കൊല്ലവും ഒരു ഫാക്ടർ കോമൺ ആയിരുന്നു. ഒരു അനൗൺസ്മെന്റ് വരും പേപ്പറിലൂടെയും ഒക്കെ ആയിട്ട്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ പോകുന്നു. തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും 2 കരകളിലുമുള്ളവർ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക, സൂക്ഷിക്കുക. സാറ് പറഞ്ഞ മാതിരി ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷൻ. മലങ്കര ഡാമിനെ മൂവാറ്റുപുഴ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറാതെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, ആ രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു. ആ ചിന്തയിലൂടെയാണ് 2020 മുതൽ 2019 അവസാനമായിട്ട് മൂവാറ്റുപുഴയിൽ ഒരു മേജറായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് വരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, അത്രയും രൂക്ഷമായ ഒരു വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് താങ്കൾക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയെങ്കിലും മറ്റുള്ള ഡാമുകളിൽ എന്തുകൊണ്ട് ഇത് പരീക്ഷിച്ചുകൂടാ? തീർച്ചയായും ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തായിരുന്നു അതിന്റെ സൂത്രപ്പണി? അതിന്റെ സൂത്രപ്പണി ഒന്നേ ഉള്ളൂ. ഏത് ഡാമിനും ഒരു റെഡ് അലേർട്ട് എന്നൊരു റീഡിംഗ് ഉണ്ട്. അവർക്ക് ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഞങ്ങളുടെ ഡാമിനെ സംബന്ധിച്ചോളം 40.7 മീറ്ററിൽ ഞങ്ങളുടെ ഡാമിൻ്റെ, മലങ്കര ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുമ്പോൾ അത് ബ്ലൂ അലേർട്ടാണ്. 41 വരുമ്പോൾ അത് ഓറഞ്ചായി. 41.3 വരുമ്പോൾ അത് റെഡായി. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഓപ്പൺ ദ ഡാം. ഷട്ടറുകൾ ഉയർത്തുക, വെള്ളം അത് എന്നിട്ട് തിരിച്ച് 39 എത്തിക്കണം. അതുവരെ ഞങ്ങൾ തുറന്നു വയ്ക്കും. ഓക്കെ, നോബൽ പെരേര, താങ്കളല്ലേ ഒരു പ്രവചനം നടത്തിയത്? ഇത്തവണ നടത്തിയോ പ്രവചനം? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാന്നിക്കാർ രക്ഷപ്പെട്ടു. അതെ, 4 ദിവസം മുമ്പ് ഞാൻ ഗുഡ് മോർണിംഗ് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് 31 1-ാം തീയതിയും കേരളത്തിൽ കനത്ത മഴയായിരിക്കും. എന്നിട്ടാണ് സുപ്രഭാതം തന്നെ ഇട്ടത്. എനിക്ക് സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചു ഏത് സിസ്റ്റം ഫെയിലിയർ ആയി, ഞാൻ പറയുന്നത് എല്ലാ സിസ്റ്റംസും ഇവിടെ ഫെയിലിയർ ആണ്. കാലാവസ്ഥ പ്രവചനം അത് തന്നെയാണ് നമ്പർ 1. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നലെയും 14 ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത മഴയുടെ ഇത് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒരു ഓറഞ്ചിന്റെയോ യെല്ലോയുടെയോ കഷ്ണം പോലും വീണിട്ടില്ല. പക്ഷെ പെയ്യുന്ന സമയത്ത് ഓറഞ്ച് അലർട്ട് ഇടേണ്ട സമയത്ത് വീണിട്ടില്ല. സോ അത് ഫസ്റ്റ് ഫെയിലിയർ. പിന്നെ പറയുന്നത് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ഇതും ഇമ്മീഡിയറ്റ് ആയിട്ട് തരുമെന്ന് പറയുന്നത് ഇല്ല.
നമ്മുടെ പറഞ്ഞത്. അപ്ഡേഷൻ തന്നെ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമേ ഉള്ളൂ. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എവറി അവർ അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സെക്കൻഡ് പോയിന്റ് മിസ്റ്റർ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഓരോ ജില്ലയ്ക്കാണ് നിങ്ങൾ കാലാവസ്ഥയുടെ അറിയിപ്പ് കൊടുക്കുന്നത്. അങ്ങനെയല്ല. കേരളം 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ സംസ്ഥാനത്തിൽ നിങ്ങളൊരു ജില്ലയിൽ ഇന്ന് ഇവിടെ മഴ പെയ്യും അങ്ങനെയല്ല പറയേണ്ടത്. ഓരോ പഞ്ചായത്തിലും നമുക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ കപ്പൽ ഓടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂട്ടിൽ എന്തൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാ സാറ്റലൈറ്റ് പിക്ചറും വെച്ച് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ റൂട്ടിൽ മുന്നോട്ട് പോകണോ അതോ ഡൈവേർട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അത്ര കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയുടെ സാറ്റലൈറ്റിൽ കിട്ടുന്ന പിക്ചർ കൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ ഗൈഡൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മിസ്റ്റർ അഭിലാഷ് വിൽ നോ. സ്പോർട്സ് വെതർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവർ ലോകത്തിലുള്ള എല്ലാ സാറ്റലൈറ്റ് കമ്പനികളുടെ അടുത്ത് നിന്ന് സാറ്റലൈറ്റ് മേടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു മാർഗനിർദ്ദേശം നൽകുന്നത്. അതുപോലെ നമ്മൾ ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി കൊണ്ട് ചോദിക്കുക. അത് ഇന്ത്യൻ സാറ്റലൈറ്റിൽ നമുക്കിപ്പോൾ കിട്ടുന്ന കാലാവസ്ഥ അറിയിപ്പുകളും പ്രവചനങ്ങളും അത് പ്രൊഫഷണലും ശാസ്ത്രീയവും അല്ല എന്നാണോ താങ്കൾ? എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു എണ്ണം മാത്രം, ഒരു സിസ്റ്റം മാത്രം നമ്മൾ ആശ്രയിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു? എന്തുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നു? കാരണം നമ്മളിതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എടുക്കും. ഇനി വേറെ ഒന്നും വേണ്ട. താങ്കളുടെ ചാനൽ മാത്രമല്ലല്ലോ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഏഷ്യാനെറ്റ് കാണും, മനോരമ TV ദ ബെസ്റ്റ് ഐ വിൽ ഡിസൈഡ്. ഐ ഷുഡ് ഹാവ് ആൻ ഓപ്ഷൻ. അതുപോലെ ഇന്ത്യൻ സാറ്റലൈറ്റും JMA ജപ്പാൻ മെട്രോളജിക്കൽ ഏജൻസിയുടെ സാറ്റലൈറ്റിന്റെ പിക്ചറും ഇതെല്ലാം നമ്മുടെ അഭിലാഷിന് കൊടുക്കണം. എന്നിട്ട് അഭിലാഷ് ഡിസൈഡ് ചെയ്യണം ഇത് കണ്ടിട്ട് ഏറ്റവും നല്ല കാലാവസ്ഥയുടെ പ്രവചനം അല്ലെങ്കിൽ പിക്ചർ ഏതാണ്, ഇതിങ്ങനെ വരും. ഇനി അടുത്തത് ഞാൻ പറയേണ്ടത്, നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർ ആദ്യം നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലൊന്ന് നടക്കണം. ഞാൻ നടന്നതാ, എന്നിട്ടാണ് ഞാൻ ഈ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. ഉള്ള അട്ടകടി എല്ലാം മേടിച്ചു പിടിച്ചു. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് എവിടെയൊക്കെ പോയി ഞാൻ കേരളത്തിന്റെ മുഴുവൻ വെസ്റ്റേൺ ഘട്ടും അവിടെ കാസർഗോഡ് തൊട്ട് കൊല്ലം വരെ നടന്ന വ്യക്തിയാണ്. എനിക്കറിയാം മലനിരകളിൽ ഏത് ക്ലൗഡാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലൗഡ് വന്ന് ഏത് മലയിൽ അടിച്ച് വീഴും. ഇപ്പം ഇവരെല്ലാം പറഞ്ഞത് ഈ ക്ലൗഡ് ബസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? താഴത്തുനിന്ന് കാറ്റ് ഒരു കുന്നിന്റെ സൈഡിൽ വെച്ച് ഇതിനെ പൊക്കി അവസാനം മുകളിൽ കാറ്റില്ലാതിരിക്കുമ്പോൾ വീഴും. പക്ഷെ അതിനൊരു കുന്ന് വേണ്ടേ? ആ കുന്ന് എവിടെയാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ ഇരിക്കുന്നവർ പ്രവചിക്കുന്നവർക്കും അറിയണം. ഈ ക്ലൗഡ് ഇങ്ങനെ വരുന്നുണ്ട്. അവർക്ക് സാറ്റലൈറ്റിലും കാണാൻ പറ്റും, റഡാറിലും കാണാൻ പറ്റും. പക്ഷെ ഈ കുന്ന് എവിടെയാണെന്ന് ഇവർ അറിയണ്ടേ? അപ്പൊ കാലാവസ്ഥ പ്രവചിക്കുന്നവര് ഇതുപോലുള്ള കുറെ ഫീൽഡ് വർക്കുകളൊക്കെ നടത്തണം. അത് 1-2 സ്ഥലത്ത് പോരാ. നമ്മുടെ പിക്ചറില് കണ്ണൂരിന്റെ പകുതിയും കാസർഗോഡ് അതിൽ കിട്ടത്തില്ല. ആ റഡാർ പിക്ചറില് ഇല്ല, അതിന് റേഞ്ച് ഇല്ല. ദിസ് ഈസ് എ കണ്ടീഷൻ. പ്ലീസ് ബിലീവ് മീ. ഞാൻ സത്യമാണ് പറയുന്നത്. ആ റഡാറിൽ കാസർഗോഡിൽ വരുന്ന മേഘങ്ങൾ കിട്ടത്തില്ല. വലിയൊരു വെളിപ്പെടുത്തലായത്. അതിനൊരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ തിരുവനന്തപുരം ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മളവിടെ ഓറഞ്ച് ഒക്കെ അടിക്കുന്നതിനകത്ത് കാര്യമില്ല. അപ്പോ ഒരു കാര്യമില്ല. ബിക്കോസ് 14 ജില്ലയിലും അടിച്ചായിരുന്നു. ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. നമ്മളുടെ ഒരു തരത്തിലുള്ള കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഞാൻ ഇവരിൽ 2 പേരിൽ വരുന്നു. മിസ്റ്റർ രാജു P. നായർ പറഞ്ഞ ആ ഒരു പോയിന്റ്, അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഇത് കൊടുത്തു. അറ്റ്ലീസ്റ്റ് നമുക്ക് മഴ പെയ്തിട്ടെങ്കിൽ അറിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാലോ ഇവിടെയൊക്കെ മഴ പെയ്യുന്ന സ്ഥലമാണെന്ന്. അത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. ഐ കൺഗ്രാജുലേറ്റ് യു. എനിക്ക് ഒരു സല്യൂട്ട് ഞാൻ തരാണ്. ഇനി ഇദ്ദേഹം രാജു അബ്രഹാം, നമ്മൾ 10 വർഷം നമ്മൾ ഇവിടെ ഭരിച്ചു. 2018 നമുക്കൊരു പ്രളയം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ചെളിയും ഇതൊക്കെ വരുന്ന ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് എ ഗുഡ് ജോബ്. ഐ കൺഗ്രാജുലേറ്റ് ദം ഓൾസോ. പക്ഷേ നമ്മൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് നമുക്ക് 3 അവസ്ഥയുണ്ട്. ഒന്ന് സെൻസേഷൻ അവസ്ഥയാണ്. അതായത് നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ കൊച്ചുപിള്ളേരാകുമ്പോൾ കരയും, അല്ലെങ്കിൽ പോയി ഭക്ഷണം എടുത്ത് തിന്നും. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ മൃഗങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സസ്യങ്ങളുടെ അവസ്ഥയാണ് ആദ്യത്തെ സെൻസേഷൻ. രണ്ടാമത്തെ മൃഗങ്ങളുടെ അവസ്ഥയാണ്. നമുക്ക് ഭക്ഷണം നമുക്ക് ഇനിയും കിട്ടാൻ വേണ്ടി നമ്മൾ ഭക്ഷണം ഉള്ള സ്ഥലത്ത് പോയി താമസിക്കും, മൈഗ്രേഷൻ. പിന്നെ മനുഷ്യനാണ് ഇതിനെല്ലാം കണ്ടിട്ട് അവൻ ആവശ്യമുള്ളതെല്ലാം അവൻ്റെ വീട്ടിൽ അവൻ സൃഷ്ടിക്കും. ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നമ്മൾ ഇപ്പോഴും സെൻസേഷണൽ സ്റ്റേജിലാണോ അതോ പെർസെപ്ഷണൽ സ്റ്റേജിലാണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നമ്മൾ കോഗ്നിറ്റീവ് സ്റ്റേറ്റിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ 100 രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ്. 100 രാജ്യങ്ങൾ. 1988 മുതൽ ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. നമ്മൾ പറയുന്ന പൂർ കൺട്രീസ് പറയുന്ന ബ്രസീൽ. ആ ബ്രസീലിൽ ചെന്നാൽ പോലും നമ്മൾ ഇന്നത്തെ കേരളമല്ല അന്ന് ഞാൻ കണ്ട ബ്രസീൽ. ദേ വർ ഫാർ അഡ്വാൻസ്. താങ്കളെ വേണം.
ബംഗ്ലാദേശ് ഒട്ടേറെ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് വെള്ളത്തിന് ഒഴുകി പോകാൻ സ്ഥലമില്ല എന്നുള്ള. ഇപ്പൊ CR ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. ഞാൻ വളരെ സ്വതന്ത്രമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ താങ്കടുത്ത്. അതായത് ഇപ്പൊ കക്ഷി ഏതുമായിട്ട് ഭരിക്കുന്നത്, അപ്പം നമുക്കൊരു അപ്രിയമായ ഒരു തീരുമാനം, അതായത് നമ്മുടെ തീരദേശങ്ങളൊക്കെ ആക്രമിച്ചു കയറി പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും അതുപോലെ പാറ പൊട്ടിക്കൽ കേന്ദ്രങ്ങളും. ഇപ്പോൾ ഈ സ്റ്റുഡിയോ നിൽക്കുന്നതിൻ്റെ അടുത്ത് പോലും ഒരു പാറ പൊട്ടിക്കൽ കേന്ദ്രം തുടങ്ങാനായിട്ട് ഒരു കക്ഷി എൻ്റെ പേര് അടക്കുക. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, അവിടെ കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അവിടെ നിങ്ങൾ പാറ പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. അപ്പം ആളുകൾക്ക് ഈ മനുഷ്യന് വിനാശം ഉണ്ടാകുന്നുള്ള അവരുടെ വിഷയമല്ല. അപ്പോൾ ഈ കോടതി അല്ലാതെ പലപ്പോഴും അപ്രിയമായ സത്യങ്ങൾ എടുക്കാൻ ഈ സർക്കാരുകൾ തീരുമാനിക്കാതെ പോകുന്നു. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. സമ്മർദ്ദ ഗ്രൂപ്പ് ആയിരിക്കും. SKN പറയുന്നത് 100% ശരിയാണ്. പല സമ്മർദ്ദങ്ങളുണ്ടാവും. പക്ഷെ ആ സമ്മർദ്ദത്തെ മറികടക്കേണ്ട രീതിയിലേക്കുള്ള തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളം ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ പോലും ഏറ്റവും ആദ്യം നമ്മുടെ പ്രകൃതി സുരക്ഷ തന്നെയായിട്ട് വരണം. നമ്മൾ കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് എൻ്റെ നാട് ഉദയംപേരൂരാണ്. ഞാനൊരു ഉദയംപേരൂർ പനച്ചിക്കൽ ഫിഷിംഗ് ലാൻഡിംഗ് സെന്ററിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ പ്രശ്നം പറയായിരുന്നു. മത്സ്യപ്രജനനം നടക്കുന്ന, മത്സ്യം ലഭിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കായലിലേക്ക് അങ്ങ് ഞാനിപ്പോൾ കാണിച്ചു തരാം സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു. ഞാൻ പോലെ പുള്ളി സാറ് പേടിക്കണ്ട, പുള്ളി ഒരു 50 മീറ്റർ അങ്ങ് നടന്നു. ഇത്രയേ ഉള്ളൂ വെള്ളം. അദ്ദേഹം പറയുന്ന ബോട്ടുകൾ പോകുന്ന ചാലുകൾ ഒഴിച്ചാൽ വേമ്പനാട് കായലിൽ ആഴമില്ല, മുട്ടറ്റം വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വെള്ളം എവിടെ പോയി നിൽക്കും? നമ്മുടെ 2018 പ്രളയത്തിൽ വന്ന കല്ലും മരവും മണ്ണും എല്ലാം നമ്മുടെ പുഴകളിൽ കിടക്കുകയാണ്. മൂവാറ്റുപുഴയാറ് കുടിവെള്ളക്ഷാമം ഉണ്ട്. അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിച്ചിട്ട് പറയും, അവിടെ മൂവാറ്റുപുഴയിൽ പ്ലാന്റിൽ വിളിച്ചു പറയും. അവർ പറഞ്ഞാൽ കുറച്ചടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചെളിവെള്ളം വരുന്നത്. മണ്ണ് അടിഞ്ഞിടക്കാണ്, വെള്ളം ആഴമില്ല. കുറച്ചടിക്കുമ്പോൾ തന്നെ ചെളിവെള്ളം വരികയാണ്. അതുകൊണ്ട് കുടിവെള്ളത്തിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. നമ്മൾ ഒരു വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു കാലം. നമുക്ക് 2018 പ്രളയം ഉണ്ടായി, 2019 പ്രളയം ഉണ്ടായി, 2024 ചൂരൽമലയുണ്ടായി, അതിനു മുമ്പ് പെട്ടിമുടി ഉണ്ടായി, അതിനു മുമ്പ് മറ്റേ കവളപ്പാറയുണ്ട്. ഇതെല്ലാം ഉണ്ടായി. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിലാണ്. രക്ഷാപ്രവർത്തനം നടക്കും. SKN നമ്മൾ നാളെ SKN ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞാൽ ഞാൻ വരും, ഇല്ലേ? നമ്മൾ വരും. SKN ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സർക്കാരും പറയണ്ട. ആലപ്പുഴയിൽ നിന്ന് ഈ വള്ളം മുഴുവൻ എടുത്ത് ജനങ്ങളെ രക്ഷിച്ചത് ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടാണോ? അവിടെ നിന്ന് ആ മനുഷ്യരെ ഇറങ്ങി വന്നാണ്. ഇതെല്ലാം അക്കൗണ്ടിൽ ചേർത്തിട്ട് കാര്യമില്ല. ഇതെങ്ങനെ ഇതിനകത്ത് നമുക്ക് IMDയുടെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇൻസഫിഷ്യന്റ് ആണ്. ആ IMDയുടെ ഡാറ്റ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഒരു കാര്യമില്ലാത്ത IMD ഡാറ്റ. അതിനേക്കാൾ നല്ല മേളിലേക്ക് നോക്കി നമുക്ക് പറയാം എന്ന് പറഞ്ഞാണ് അവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കുന്നിടത്ത് നിന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു ജില്ല എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് കൊടുത്താൽ ഉദയംപേരൂർ പെയ്യോ അതോ മൂവാറ്റുപുഴ പെയ്യോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് കറക്റ്റ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം രാജു പറയാം. ഞാനൊരു ചെറിയ ഓർമ്മയും കൂടെ അങ്ങോട്ട് പറയട്ടെ. എനിക്ക് കുറച്ചാൽ ഈ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു വൈകുന്നേരം ചെറിയ മഴയൊക്കെ പെയ്യുന്നൊരു സമയത്ത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ വരാന്തയിൽ അവിടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തുകൊണ്ട് അനൗൺസർ പെട്ടെന്ന് പുറത്തിറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തോ അനൗൺസ്മെന്റ് നിർത്തി പോവാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഴയൊന്ന് നോക്കാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെവി പറഞ്ഞു, ഇന്ന് കാലാവസ്ഥ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോ ഒരു സാധനം പറഞ്ഞേ പറ്റുമല്ലോ. ആ ഒരു അവസ്ഥയിലാണോ കാലാവസ്ഥ പ്രവചനം കിടക്കേണ്ടത് എന്നുള്ള ചോദ്യം. ഞാൻ ആ രീതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഇൻപുട്ട് ഇൻസഫിഷ്യന്റ് ആണെന്നല്ല, ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വെറുതെ ഈ എന്താ പറയാ ഈ ജ്യോതിഷം പറയുന്ന പോലെ നമ്മൾ ഗണിച്ചു പോവുകയാണ്. ഒരു പക്ഷേ ഒരു പ്രളയകാലത്ത് ഏറ്റവും സഹായഹസ്തമായിട്ട് അവിടെ പ്രവർത്തിച്ച താങ്കളുടെ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഈ റാന്നി അല്ലെങ്കിൽ ആറന്മുള അല്ലെങ്കിൽ കുട്ടനാട് ഇങ്ങനെയൊക്കെ പറയുന്ന പ്രദേശങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നൊരു കാലം വരാൻ കഴിയും. നല്ല കെട്ടിടങ്ങളൊക്കെ ഈ റാന്നിയിൽ അവർ അപ്സ്റ്റെയറിലൊക്കെ കയറി നിൽക്കുന്ന രണ്ടാമത്തെ നിലയിലൊക്കെ കയറി നിന്ന് ആളുകളെ മാടി വിളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിച്ചു. അത് അവിടുത്തെ മാത്രം കഥയല്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2010 പ്രളയത്തിൽ വിവരക്കേട് കൊണ്ടാണ് ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ കയറി കുറേ ദൂരം ഉള്ളിൽ പോയി, പെരിയാറിൻ്റെ കുറുകെ കയറി പോയപ്പോൾ ഒരിടത്ത് നിന്ന് പാലിനും ബ്രെഡിനും വേണ്ടി ഒരു അമ്മ കരയുക ഒരു 3ാമത്തെ നിലയിൽ നിന്ന്. കാര്യം വെള്ളം കയറി അങ്ങ് വരെ ചെന്നു. അപ്പോൾ അത് രാജു ഇബ്രാഹിം അത് കൂടുതൽ കണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളിനി കുറേ ധനാഢ്യരായ ആളുകൾക്കോ റിസോർട്ട് ഉടമകൾക്കോ ടെൻഷൻ ഉണ്ടാകും എന്ന് കരുതി നമ്മൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. കാലാവസ്ഥാ പ്രവചനം നമ്മുടെ രാജ്യത്ത് കുറച്ച് പുറകിലാണ്. നമുക്ക് ഉള്ള സൗകര്യം അനുസരിച്ച് ഇതിനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. രണ്ടാമത്തെ വിഷയം, ഈ കാലാവസ്ഥാ പ്രവചനം പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും പോകുമ്പം മിനിറ്റ് മണിക്കൂർ വെച്ച് അങ്ങ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് സെക്കൻഡ്സ് വെച്ച് പറയും.
പറയും, വളരെ കൃത്യമായിരിക്കും. അപ്പം നമ്മുടെ അപ്ഡേഷൻ വളരെ പുറകിലായതുകൊണ്ടാണ് ഈ കാലാവസ്ഥാ പ്രവചനത്തിൽ നമുക്കൊരു വലിയ പോരായ്മ ഉണ്ടായിരിക്കുന്നത്. കാര്യത്തിൽ നമ്മുടെ AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഇതുവരെ കാലാവസ്ഥാ പ്രവചനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. കൊച്ചിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു മഴ പെയ്താൽ കാനകളും കനാലുകളും ഒക്കെ എങ്ങനെയാവും എന്നുള്ളത് ഞാൻ പറയാതെ SKക്ക് അറിയാം. ഡ്രോൺ മാപ്പിംഗ് ഉപയോഗിച്ച് ഡ്രോൺ മാപ്പിങ്ങിൽ കൂടി നമ്മൾക്ക് ഈ കാനകളിലെ തടസ്സം എന്താണ് പ്രശ്നം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലേ? ആധുനിക സാങ്കേതിക വിദ്യയെ നമ്മൾ എങ്ങനെ വേണ്ടാന്ന് പറയും? എവിടെയാണ് വേണ്ടാന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ രാജു പി നായർ പറഞ്ഞതിന്റെ ഉത്തരം പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കാലാവസ്ഥാ നിരീക്ഷകരും സയന്റിസ്റ്റുകളും എല്ലാം അടങ്ങുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? IMD ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ISRO, CWC, GSI ഒക്കെ ഉണ്ട്. ഇവർ ഡേറ്റ തരുന്നില്ല, ഇവർ തരുന്നതൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതാണ് ഒരു രാഷ്ട്രീയം. ഞാൻ അതിനെയാണ് അതല്ല വേണ്ടത്. ഒരു വിദഗ്ധനാണ് കണ്ണൂരും കാസർഗോഡും കിട്ടുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ അത് എന്തുകൊണ്ടാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ എന്തുണ്ടായി? ഈ വയനാട്, ഇടുക്കി എന്ന് കേരളത്തിൽ മാത്രമല്ല, സിക്കിമിൽ തുരങ്കമാണ് തകർന്നു പോയത്. എന്ത് കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിട്ടാ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡിൽ എന്തു വലിയ ദുരന്തം പ്രളയം ഉണ്ടായി. കാശ്മീരിൽ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അവിടെയുള്ള സംവിധാനത്തിന്റെ 5% പോലും കേരളത്തിൽ എഫക്റ്റീവ് അല്ല എന്നാ പറയുന്നത്. ആ സംസ്ഥാനങ്ങളൊക്കെ 2018 നമ്മൾ ഈ കാലാവസ്ഥ ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ കേരളത്തെ മാത്രം ചുരുക്കി കാണില്ല. അത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കാരണം ഇതൊരു പ്രകൃതിയുടെ ഭാഗമാണ്. 3 മണിക്ക് ഒറ്റ കാര്യം സിആർ, 3 മണിക്ക് കേന്ദ്ര കാലാവസ്ഥ നമുക്ക് നൽകിയ മുന്നറിയിപ്പ് ശക്തമായ മഴ 31-ാം തീയതി 3 മണിക്ക്. 3 മണി കഴിഞ്ഞ് രാത്രി 6 മണിയോടുകൂടി ശക്തമായ മഴ തുടങ്ങി. രാത്രി 11 മണിയായപ്പോ തീവ്ര മഴയായി. അവിടെയാണ് ഈ വടശ്ശേരിക്കര ദില്ലി വന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ ഓറഞ്ച് നിൽക്കുകയാണ്. എപ്പോഴാ റെഡ് വന്നത്? പിറ്റേ ദിവസം പുലർച്ചെ 7. അപ്പൊ നാട് മുഴുവൻ മുങ്ങിപ്പോയി. ആ നാട് മുഴുങ്ങിപ്പോയപ്പോഴാണ് റെഡ് അലേർട്ട് വന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഒരിക്കലും പോകാൻ പറ്റൂല. അങ്ങനെ പോകാൻ പറ്റില്ല. അതില് കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന പ്രശ്നം AI ഇല്ലാത്തതൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഡാറ്റ ഇല്ലാത്തത് തന്നെയാണ്. ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഡാറ്റ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രവി പറഞ്ഞു, അഭിലാഷ് സാറ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഇൻപുട്ട് കിട്ടണം. ഇപ്പൊ ഹ്യൂം സെന്റർ വയനാട്ടിൽ ഹ്യൂം സെന്റർ ചെയ്യുന്നത് വളരെ വലിയൊരു പണിയാണ്. നമ്മൾ അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല. അന്നത്തെ കളക്ടർ അത് എടുത്തില്ല. ഹ്യൂം സെന്റർ വളരെ കൃത്യമായി റെയിൻ ഗേജും അതുപോലെ മറ്റ് ഡാറ്റയും വെച്ച് അവരെടുക്കുന്നുണ്ട്. അത് സിമുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, അത് കോർഡിനേറ്റ് ചെയ്യാൻ AI ഉപയോഗിക്കാം. അതിനൊന്നും ഞാൻ പ്രശ്നം പറഞ്ഞില്ല. പക്ഷെ ഡാറ്റ ഇല്ലാതെ AIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം മാഡം പറഞ്ഞത്, ഇപ്പോൾ കൊച്ചി നഗരത്തിലെ ഹൈഡ്രോളജി, അതിന് AI ഒന്നും വേണ്ട. കൊച്ചി നഗരത്തിലെ ഹൈഡ്രോളജി അറിയാൻ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റും. വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒരു അനാലിസിസ് ഡാറ്റ എടുത്താൽ മതി. ഒരു ഒറ്റ മഴ പെയ്യുമ്പോൾ വെള്ളം എങ്ങനെ പോകുന്നു എന്നുള്ളത്, എവിടെ മഴ പെയ്താൽ എവിടെ വെള്ളം പൊങ്ങും, അത് കഴിഞ്ഞാണ് ഹൈഡ്രോളജി ഡാറ്റ. നമുക്കൊരു നഗരത്തെക്കുറിച്ച് നമ്മുടെ ഹൈഡ്രോളജി ഡാറ്റ ഇല്ല. എനിക്ക് തോന്നുന്നില്ല രവിക്കറിയാം, റിവറിനെ കുറിച്ച് പോലുള്ള ഹൈഡ്രോളജി ഡാറ്റ നമുക്കില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു മീനച്ചിലാണ് ആകെ കുറച്ചെങ്കിലും ട്രൈ ചെയ്യുന്നു, ഇപ്പൊ ചാലക്കുടി പുഴ. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പൊ ഇതൊന്നും വേണ്ട, ഇതൊക്കെ പോട്ടെ. വേനൽക്കാലത്ത് പ്രളയം ഉണ്ടാവുന്ന കുറെ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം കയറി, ഉപ്പുവെള്ളം കയറി പ്രദേശം മുഴുവൻ മുങ്ങി. രാവിലെ ഞാൻ ഇട്ട ഒരു പോസ്റ്റാണ്, നാളെയും മറ്റന്നാളും ശക്തമായ മഴ കേരളത്തിൽ. 30-ാം തീയതി ഞാൻ ഇട്ട പോസ്റ്റാണ്. ഇപ്പം കാര്യം ഫയർഫോഴ്സ് നമുക്ക് അത്യാവശ്യം വേണ്ടാണല്ലോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സംവാദം ഇതിനൊരു ചുവടുവയ്പാകട്ടെ എന്നുള്ളതാണ്. കാരണം ഇത് അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കാനാണ് സർക്കാർ അധികാരത്തിയിരിക്കുന്നത്. എല്ലാം പ്രിയപ്പെട്ട ഈ ഒരു ജനത്തിന് പോപ്പുലിസ്റ്റ് തീരുമാനം എടുക്കാനാണെങ്കിൽ സർക്കാർ വേണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സഹ പാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ തന്നെ
2018 പ്രളയം ഉണ്ടായി, അതിനുശേഷം ഇപ്പം അതിന് ഇടയ്ക്കും എല്ലാം പ്രളയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംബന്ധിച്ചിടത്തോളം 2002 മുതൽ, അതായത് ഫയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആയതിനു ശേഷം എല്ലാ അടിയന്തര ഘട്ടങ്ങളിലും ഇടപെടേണ്ട ഒരു വകുപ്പാണ് അഗ്നിരക്ഷാ സേന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 133 സ്റ്റേഷനുകളിലായിട്ട് 6000-ലധികം എക്സിക്യൂട്ടീവ് സേനാംഗങ്ങളും അതുപോലെ തന്നെ 10,000-ഓളം പരിശീലനം പൂർത്തീകരിച്ച സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, അതുപോലെ ആവത് മിത്ര, അങ്ങനെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, എല്ലാ അടിയന്തര ഘട്ടങ്ങളും ഇടപെടാൻ പറ്റുന്ന അത്യാധുനിക ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു വിഭാഗമാണ്. സേന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇവിടെ എല്ലാ സഹപാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ ഇപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ട് വെതർ ഫോർകാസ്റ്റിംഗ് എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ ഫ്ലാഷ് ഫ്ലഡ്, അതുപോലെ അല്ലെങ്കിൽ ഈ മേഘവിസ്ഫോടനമൊക്കെ നമുക്കതിന് റെസ്പോൺസ് ടൈം വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെയാണ് ഈ ക്ലൗഡ് ബേസ്ഡ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടുന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സ്ഥലത്തുണ്ടാകുന്ന വളരെ ശക്തമായ പേമാരിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴുകി വരുന്ന ഭാഗങ്ങളിലെല്ലാം ലാൻഡ് സ്ലൈഡിങ്, അതുപോലെ ഒരു സിറ്റി മേഖലകൾ നമ്മളിപ്പോൾ പലരും പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവിക ഒഴുക്കിനെ തടയുന്ന പല ഘടകങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസാസ്റ്റർ പലതും നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ മാൻമേഡ് ആയിക്കോട്ടെ, ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആയിക്കോട്ടെ, അതൊക്കെ തടയാൻ പല കാര്യങ്ങളും നമുക്ക് തടയാം. പക്ഷെ ചില ഡിസാസ്റ്ററുകൾ തടയാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ആഘാതം നമുക്ക് പൊതുജനങ്ങൾ എല്ലാവരും കുറയ്ക്കാൻ പറ്റും. ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ പഞ്ചായത്തുകളിലെ പദ്ധതി നടത്തിപ്പിൽ പോലും ഇന്ന് ഡിസാസ്റ്റർ റിസൈലൻസ് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. കൊണ്ടുവരണം, അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പറയാം, ഒരു പഞ്ചായത്തിന് 4 കോടി രൂപ പദ്ധതി വീതം കിട്ടും. നിർബന്ധിത ചെലവെല്ലാം കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് ബാക്കിയുണ്ടാവും. എന്താ ഇപ്പൊ ചെയ്യുന്നറിയോ? 15 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് 5 ലക്ഷം വെച്ചാൽ കൊടുക്കും. സാറിന് അറിയാൻ പറ്റും. വേഗം തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 150 മീറ്റർ കാന വേണം, 1 മീറ്റർ താഴ്ച വേണം. അപ്പോഴത്തേക്ക് പറയും, അയ്യോ മെമ്പറെ, ഒരാഴ്ച ഒരു മീറ്റർ താഴ്ചയിൽ ഇത് 5 ലക്ഷം കൊണ്ട് തീരില്ല, എന്നാൽ 1/2 മീറ്റർ മതി. ഇതാണ് നമ്മളുടെ പദ്ധതി. ഈ 1/2 മീറ്റർ കഴിഞ്ഞ് ഈ വെള്ളം ചെന്നിട്ട് എങ്ങോട്ട് ചെല്ലുന്നോ, റോഡിന്റെ ഹൈറ്റ്, ഈ റോഡിൽ നിന്ന് വെള്ളം പോയി അടുത്ത സ്ഥലത്ത് എവിടെ എന്ത് ചെല്ലുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ല. നമ്മൾ വെറും പ്രോജക്റ്റിൽ നമുക്ക് ഒരു സിസ്റ്റവും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലോക്കൽ ബോഡിയിലെ പദ്ധതി നടത്തിപ്പ് മുതൽ അങ്ങോട്ടേക്ക് പോകണം. നമ്മുടെ ഡാറ്റ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഞാൻ ഒരു കാര്യം എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു റാൻഡം തോട്ട് ഞാൻ പറയാണ്. ഞാൻ ആലോചിച്ചാണ്, ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായി, ഉൾക്കാടിനകത്താണ് ഉരുൾപൊട്ടിയത്. ഉൾക്കാടിനകത്ത് ഉരുൾപൊട്ടി അത്രയും ദുരന്തം ഉണ്ടായിട്ട് 500-ന്റെ അടുത്ത് മനുഷ്യർ മരിച്ചു. ഒരു ആന മരിച്ചില്ല, ഒരു വന്യജീവിയെ നമ്മൾ കണ്ടില്ല, മൃതദേഹം കിട്ടിയില്ല, ഇല്ലേ? എന്തുകൊണ്ട് അത് സംഭവിച്ചു നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം വന്യമൃഗങ്ങൾക്ക് ഇത് നമ്മളെക്കാൾ വിവരമുണ്ട്. അല്ല, കാണാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് എബിലിറ്റി ഉണ്ട്. ട്രെമേഴ്സ് ഉൾപ്പെടെ അവർക്ക് ഭൂമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഹോട്ട്സ്പോട്ടിൽ നമ്മൾ ഒരു നിരീക്ഷണം നടത്തി ഒരു അൺനാച്ചുറൽ ബിഹേവിയർ വൈൽഡ് ലൈഫിന്റെ കണ്ടാൽ ഒരു പക്ഷെ നമുക്ക് അവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സുനാമി ഉണ്ടായപ്പോ ഒരു പട്ടി പോലും ചത്തില്ല, കെട്ടിയിടാത്ത ഒരു പശു പോലും ചത്തില്ല, മനുഷ്യനെ മരിച്ചുള്ളൂ സുനാമിയില്. കാരണം പശുവും പട്ടിയും ഓടിപ്പോയി, മനുഷ്യനെ അങ്ങോട്ട് പോയി. വളരെ വേറൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ നമ്മുടെ സുനാമി ഉണ്ടായപ്പോ ആൻഡമാനിലുള്ള ആദിവാസികൾക്കൊന്നും ഒരാൾ പോലും മരിച്ചില്ല, അവർക്കൊന്നും പറ്റിയില്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ മീഡിയയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ വലിയൊരു അപകടം സംസ്ഥാനത്തിൽ വരാൻ സാധ്യതയുള്ളൂ ഞാൻ ശ്രദ്ധപ്പെടുത്തുക. അതായത് ഇപ്പൊ നമുക്ക് മിക്കവാറും ഈ ആർട്സ് വിഷയം പഠിച്ച ആൾക്കാരാണ് കൂടുതലും പത്രപ്രവർത്തകരാകുന്നത്. നമ്മൾ സമ്മതിച്ചേ പറ്റുമത്. ഈ സയൻസ് സബ്ജക്റ്റ് പഠിച്ചൊരു വേറെ വഴിക്കൊക്കെ തിരിഞ്ഞു പോകും. അപ്പോൾ അവരൊരു ഡിപ്ലോമ എടുത്തിട്ട് ഇതിനകത്ത് കയറി കഴിയുന്ന സമയത്ത് ഈ സയൻസ് അവരെ പെട്ടെന്ന് ബോറടിപ്പിക്കും. ഒരു മന്ത്രി ഇരുന്ന് പറഞ്ഞാലും കുറെ കഴിയുമ്പോൾ ഇവർ ഉറക്കം തൂങ്ങും, അല്ലെങ്കിൽ ഇവർ ആ രീതിയിലുള്ള റിപ്പോർട്ട് വരും. ഞാൻ പലപ്പോഴും പല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ റിപ്പോർട്ട് ഡീറ്റെയിലായിട്ട് വരാത്തതെന്ന്. അപ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇത് ഗവൺമെൻറ് അവഗണിച്ചാലുള്ള അപകടം. നമുക്കിപ്പോൾ 50,000 crores ടൂറിസം ഇൻകം ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റുകൾ വരാതാകും. കാര്യം നമ്മൾ പൊലിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുക. കാര്യം കേരളം മൊത്തം വെള്ളത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് വിഷ്വൽ നല്ല ഇപ്പോൾ ഒരടി കേട്ടില്ലേ, അതുപോലെ കുറച്ച് അടി വെച്ച് നമ്മൾ കൊടുക്കും. ഇതെങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് കാണുന്ന ഒരുത്തൻ. കാര്യം നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണല്ലോ നമ്മുടെ നാട്ടിൽ വരുന്നത്. റാന്നിയിൽ ആരെങ്കിലും വരുമോ? കുട്ടനാട് മൊത്തം വെള്ളത്തിൽ ആരെങ്കിലും ഇറങ്ങും അവിടെ? അപ്പോൾ ഇത് നമ്മുടെ ടൂറിസം നമുക്ക് ആകെ ഞം അടിക്കാനുള്ള സാധനം ഇതാണ്. അപ്പോൾ അതും കൂടെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ബോധവൽക്കരണം, അതായത് എന്തുകൊണ്ട് ഈ ശാസ്ത്ര വിഷയത്തെ നമ്മൾ ഗൗരവത്തോടെ സമീപിക്കണം. കാരണം ഇതൊരു രാഷ്ട്രീയ കണ്ണിലൂടെ കാണേണ്ട കാര്യമല്ലല്ലോ. അല്ല, ഒരിക്കലും അല്ല. പക്ഷെങ്കില് നമ്മുടെ ബോധവൽക്കരണം നടക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ അലർട്ട് ഈ നമ്മുടെ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ നാടിന്റെയൊക്കെ രക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
സാറ് തന്നെ പറഞ്ഞു റെഡ് അലേർട്ട് 2018 6 തവണ നൽകിയതാണ്, 6 തവണ. പക്ഷെ റെഡ് അലേർട്ട് നൽകുമ്പോഴുള്ള പ്രത്യേകത എന്താ, ഇപ്പം ആരും പിന്നെ ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് ചെറിയ കാര്യം. വളരെ ബോധവാന്മാരാണ്. 2018 ശേഷം അലേർട്ടിനെ പറ്റിയുള്ള വിവരം ഉണ്ടായത് അന്ന് മുതലാണ്. നല്ല ബോധവാന്മാരാണ്. പക്ഷെ ഇത്തവണ നമ്മുടെ കുഴപ്പം അറിയോ, ഒറ്റ സെക്കൻഡ്, ആ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി ജാഗരൂകരാകാമായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം പറഞ്ഞതാണ്, മലങ്കര ഡാം തുറക്കുമ്പോഴുള്ള അനൗൺസ്മെന്റ് ഏത് പ്രളയത്തിലും ഏത് അണക്കെട്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തുറക്കുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ട്. ഇത്തവണ ഇവിടെ പ്രശ്നം ഉണ്ടായ എന്താ, കനത്ത തീവ്ര മഴ പെയ്തപ്പോ പമ്പ നദി നിറഞ്ഞതിന്റെ മണ്ടയ്ക്കാണ് യാതൊരു അനൗൺസ്മെന്റും ഇല്ലാതെ മൂഴിയാർ തുറന്നു. മൂഴിയാർ യാതൊരു അനൗൺസ്മെന്റും ഇല്ലാതെ തുറന്നു. എന്ന് വെച്ചാൽ പ്രശ്നം എന്താന്ന് വെച്ചാല് കക്കി ആനത്തോടിന് അത്രയും വലിപ്പമുള്ളതല്ല മൂഴിയാർ. പക്ഷേ 10 ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. ആ സാധനമാണ് ഇങ്ങോട്ട് തുറന്നു വിട്ടേ. അത് തുറന്നു വിട്ട് താഴെ വരുമ്പോ എവിടെയാണ് 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒന്ന് അല്ലെങ്കിൽ കാരികേയത്തിന് ക്യാരിയിങ് കപ്പാസിറ്റി ഏതാണ്ട് ഇതിനോട് തുല്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും തുറന്നുവിടും. കാരണം അല്ലെങ്കിൽ വൈദ്യുതി നിലയം തകർന്നുപോയി, ഈ വെള്ളം അടിച്ചു കയറി. രണ്ടാമത് ഈ കാരികേയം കൂടെ തുറന്നു വിട്ടു. അതിന് താഴെ വേറെ ഉണ്ട് മണിയാർ തുറന്നു കിടന്നത് കൊണ്ട് വലിയൊരു അപകടമാണ്. എന്താ കാര്യം അറിയോ, അതിന്റെ ഷട്ടറൂടെ ഇട്ടിരുന്നെങ്കിൽ ആ വെള്ളം കൂടെ അടിച്ച് താഴെ വന്നേന്. ഷട്ടർ തുറന്നു കിടന്നുകൊണ്ട് അത്രയും രക്ഷപ്പെട്ടു. അതിന്റെ താഴെ ജല ബോംബാണ് ആ ജല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയാ. ഈ പ്രിവെന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം, മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധി പട്ടണത്തിൽ കോടാനുകോടി കണക്കിന് നഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു. ആ സാധനം അവർക്ക് മാറ്റാൻ 4 മണിക്കൂർ കിട്ടിയേനേയും. അവിടുത്തെ വീടുകൾ 1000-ഓളം വീടുകളിൽ വെള്ളം കയറി ഉപകരണങ്ങൾ ഒഴുകിപ്പോയി. അവർക്ക് ആ സാധനം മാറ്റാനുള്ള സമയമുണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് ഞാൻ ഈ വാദം ഉയർത്തിയതിനെ തുടർന്ന് എന്താ ഉണ്ടായ നേട്ടം? ഇന്നലെ മൂഴിയാർ അണക്കെട്ട് വീണ്ടും തുറന്നു. പക്ഷെ കൃത്യമായിട്ട് രാത്രി 1 മണി മുതൽ പോലീസ് റവന്യൂ അനൗൺസ് ചെയ്തു. ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കണം, രാഷ്ട്രീയമല്ല. ഇതിനകത്ത് രാഷ്ട്രീയം കഴിയും. ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, ജനങ്ങളുടെ സ്വത്തിന്റെ പ്രശ്നമാണ്. മുന്നറിയിപ്പ് കൃത്യമായിട്ട് നമ്മൾ നൽകണം. എന്തിന്? ഇതിനകത്ത് ഗൂഗിൾ വെതർ ഉണ്ട്. നമ്മൾ പറയുന്ന വെതറിനേക്കാൾ കൃത്യമായിട്ട് ഈ ഗൂഗിൾ വെതർ നമുക്ക് ഇതിനകത്ത് കാണാം. എപ്പോൾ മഴ പെയ്യുന്നു അവർ പറഞ്ഞാൽ 1/2 മണിക്കൂർ വ്യത്യാസത്തിൽ ഏതാണ്ട് പറയുന്ന ശതമാനത്തിൽ നമുക്ക് കാലാവസ്ഥ ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഈ മുന്നറിയിപ്പും കാലാവസ്ഥ പ്രവചനവും അപ്ഡേറ്റ് ആക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവൻ ബാക്കി കാണാത്തൊരു സാഹചര്യം കേരളത്തിൽ ഇനി ഉണ്ടാകരുത് എന്ന സതുദ്ദേശം ഈ ചർച്ചയ്ക്കുണ്ട്. ഈ ചർച്ചയുടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.